വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ കോമ്പറ്റീഷൻ ഡേറ്റിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കുറച്ച് വർക്കൗട്ടുകൾ എന്ന് പറയുന്നത്. ഇനി ഈ 3 ദിവസം കൂടെ വർക്കൗട്ടുള്ളൂ. അതായത് ഇന്ന് അപ്പർ ബോഡി, നാളെ ലോവർ ബോഡി, ഇതിനൊക്കെ കൂടെ ആബ്സും ഉണ്ട്. പിന്നെ ഫൈനലി നമ്മുടെ ആംസും അപ്പർ ബോഡി കുറച്ച് ഡെഫിനേഷനും. ഇത്രയും കൊണ്ട് നമ്മുടെ വർക്കൗട്ടുകൾ കംപ്ലീറ്റ്ലി നമ്മൾ നിർത്തുവാണ്. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം, അതായത് കോമ്പറ്റീഷന് മുന്നേ ഉള്ള ദിവസങ്ങൾ നമ്മൾ വർക്കൗട്ട് ഇല്ല. 4th നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. 5th വർക്കൗട്ടില്ല, 6th വർക്കൗട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ബോഡിക്ക് കിട്ടാത്തൊരു പമ്പ് അവസാനം ആ കോമ്പറ്റീഷൻ ടൈമിൽ ഇപ്പം ലോ കാർബും ആയിരിക്കും. ഇന്ന് നാളെ മറ്റന്നാൾ ലോ കാർബായിരിക്കും. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷന് വേണ്ടി നമ്മൾ കുറച്ച് കാർബ് ലോഡ് ചെയ്യുമ്പം എന്നിട്ട് നമ്മൾ പമ്പും കൂടെ കൊടുക്കുമ്പോൾ അതുവരെ കിട്ടാതിരുന്ന ഗ്ലൈക്കജൻ, ഡിപ്ലീറ്റായി കിടന്ന ഗ്ലൈക്കജൻ ബോഡിയിലെത്തുന്നു. അപ്പോൾ ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ പമ്പ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ബോഡി പെട്ടെന്ന് പമ്പാകും നല്ല രീതിയിൽ. അപ്പം നമ്മൾ പ്രസൻ്റ്ലി ഡിപ്ലീറ്റ് ചെയ്തിടത്തുനിന്ന് മസിൽസിൽ ഗ്ലൈക്കജൻ എത്തി അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാകും. പമ്പ് ചെയ്യുമ്പം ഇന്ന് വർക്കൗട്ട് ലാസ്റ്റ് 2 ദിവസം മുന്നേ ആയിരുന്നുകൊണ്ട് ഇതുവരെ കിട്ടാതിരുന്നൊരു പമ്പ് കിട്ടുമ്പോൾ പെട്ടെന്ന് ബോഡി നമ്മളൊന്ന് വരത്തില്ല, പമ്പ് ചെയ്ത് ഒന്ന് സെറ്റായി കാണും ബോഡി ആ സ്റ്റേജിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്. എത്രത്തോളം വർക്കാവും എന്നുള്ളത് നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റേജിൽ കയറുമ്പം ആ വീഡിയോസിനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പം ഇതൊരു പക്കാ റോ വ്ളോഗായിരിക്കും. റോ വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. മീൽസ് കഴിച്ചതെന്ന് വെച്ചാൽ രാവിലെ 6 ഹോളക്സ് കഴിച്ചു. ഉച്ചക്കത്തേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ബീഫും കൊണ്ടുവരുന്നു. അപ്പോൾ അതും കഴിച്ചു. ഇപ്പോൾ തിരിച്ച് വന്നിട്ട് ഇപ്പോഴത്തേക്ക് എനിക്ക് ഫിഷ് കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. ഇപ്പം തന്നെ സമയം 4:30 അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇച്ചിരിയും കൂടി ഈസിയായി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഫുഡ് ഞാനിപ്പം ചൂസ് ചെയ്യാൻ പോകുന്നത്. അകത്ത് എഗ് വൈറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ അറൗണ്ട് 400 grams ഓഫ് എഗ് വൈറ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ വർക്കൗട്ടിന് പോയിരിക്കും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എഗ് വൈറ്റ്. ഇതിപ്പോൾ ഇവിടെ ലിഡിലി കിട്ടും. ഇതുള്ളതുകൊണ്ട് നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി മുട്ട ഇങ്ങനെ മഞ്ഞ മാറ്റി കളിക്കേണ്ടി വന്നതിന്. പിന്നെ നാണ്ടേ വിട്ടിരിക്കുന്നുണ്ടോ, ഇനി 2 ദിവസത്തേക്കുള്ള ബീഫും ഇരിപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 ദിവസത്തെ കഴിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി നാളത്തേക്കുള്ളതുണ്ട്, മറ്റന്നാളത്തേക്കുള്ളതുണ്ട്. റെസിപ്പീസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റെസിപ്പീസ് എല്ലാം തന്നെ അത്യാവശ്യം സിമ്പിൾ റെസിപ്പീസാണ്. ഇപ്പോൾ നമ്മൾ ബീഫൊക്കെ ആണെങ്കിൽ ഞാൻ നമ്മുടെ നാട്ടിലെ മസാലയ്ക്ക് ഞാൻ എതിരൊന്നുമല്ല. മസാല നല്ലതാണ്. ലൈക്ക് ഓവറായിട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ മസാല നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് നമ്മൾ മസാല ഇടാതെ കഴിക്കണം എന്നൊന്നുമില്ല. ലൈക്ക് അതൊക്കെ വെസ്റ്റേൺ ഡയറ്റിൽ ബോഡി ബിൽഡേഴ്സ് അങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ട് ശീലിച്ചതുകൊണ്ടാണ് നമ്മളിപ്പോഴും അങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഡിയോണെ അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഡിയോൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ടോപ്പ് നാച്ചുറൽ ബോഡി ബിൽഡേഴ്സിൽ ഒരാളാണ്. പുള്ളി കഴിക്കുന്നത് മസാല ഇട്ട ഫുഡുകൾ തന്നെയാണ്. പക്ഷേ മസാലയ്ക്ക് കൂടാതെ നമ്മളിപ്പോൾ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത് എന്തേരെയാണ്, അങ്ങനത്തെ ഒരു എസ്റ്റിമേറ്റഡ് ഐഡിയ ഉണ്ടായിരിക്കണം നമുക്ക്. അതിൽ എത്ര കാലറി വരുന്നുണ്ട്, അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി എന്നാ പറയുന്നത്, നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി ഈ തൈരിടുന്നുണ്ടോ, അപ്പോൾ അതിൽ നിന്നൊക്കെ കാലറീസ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസാല യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഫോളോ ചെയ്ത ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം നമ്മുടെ കേരള സ്റ്റൈലിൽ ഞാൻ കുക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. അപ്പം ഇത്രയും ഞാൻ മസാലയെ പറ്റി പറഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. കാരണം ഒറ്റ റീസണേ ഉള്ളൂ, നമ്മൾ ടൈം കൺസ്യൂമിങ് ആണ്. നമ്മുടെ ഫുഡുകൾ പ്രോപ്പറായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നല്ല സമയമെടുക്കും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് എഗ്സ് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് വേണം ചുമ്മാ ബോയിൽ ഇട്ട് എനിക്ക് പുഴുങ്ങിയ മുട്ട ഇങ്ങനെ വെറുതെ കഴിക്കാം. ഇനി അതല്ല നമ്മുടെ നാട്ടിലെ പോലെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ഓംലെറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ലൈക്ക് മൊത്തം ഒരു ഫുഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് നിങ്ങൾ ചിക്കൻ പ്ലാൻ ചെയ്തു, ഡയറ്റായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ഉച്ചക്കത്തേക്ക് ചിക്കൻ കറി വെക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് വെക്കാൻ തീരുമാനിച്ചു, പിന്നെ റൈസ് വെക്കാൻ തീരുമാനിച്ചു, പച്ചക്കറി ആവുമ്പോൾ നിങ്ങൾ മെഴുക്കുവരട്ടി വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് നമുക്ക് സവോള അരിയണം, അല്ലെങ്കിൽ ഇഞ്ചി പച്ചമുളക് അങ്ങനെ സാധനങ്ങളെല്ലാം അരിയണം, അതെല്ലാം ഇട്ട് സോട്ട് ചെയ്യണം. ഇതിനൊക്കെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ നമ്മളൊരു ലിമിറ്റഡ് ടൈമിൽ നമുക്കിതെല്ലാം കൺസ്യൂം ചെയ്യുകയും വേണം. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്ത് അത്യാവശ്യം ടേസ്റ്റി കഴിക്കണമെന്നാണെങ്കിൽ ഒരു സിമ്പിൾ റെസിപ്പി കണ്ടുപിടിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ കേസിൽ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എഗ് വൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പെപ്പർ സോൾട്ട് അത്ര ചെയ്യുള്ളൂ. എനിക്ക് ടൈം ഉള്ളപ്പോഴാണെങ്കിൽ ഞാൻ ഹോളക്സ് വെച്ച് ചെയ്യുന്നത് എഗ് ബുർജി ഉണ്ടാക്കും. എൻ്റെ റെസിപ്പീസ് മിക്ക ഞാൻ ഷാൻജിയോടെ നോക്കി. ഇപ്പോൾ കുക്കിംഗ് പഠിച്ചത് തന്നെ പുള്ളിയുടെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇപ്പോഴും കാണാതെ അറിയതൊന്നുമില്ല. പുള്ളി ഇട്ടേക്കുന്ന മെഷർമെൻറ്റ്സ് ഞാൻ അതേപടി കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ ബീഫിൻ്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റഡിൽ ചുമ്മാ നമുക്ക് ബീഫ് അത്യാവശ്യം ഇടുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പോൾ കൊറിയാണ്ടർ, കുറച്ച് ഇഞ്ചി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ബീഫിൻ്റെ മസാല,
ബീഫ് മസാല ഇത്രയും ചുമ്മാ മിക്സ് ചെയ്തിട്ട് ഞാൻ ചുമ്മാ അങ്ങ് മിക്സ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് കറക്റ്റ് റെസിപ്പി ആയിട്ട് വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ സോൾട്ട് എന്ന് പറയുന്നത് ബോഡിക്ക് ആവശ്യമുള്ളതാണ്. സോൾട്ട് നമ്മൾ ഉണക്കമീനിലൊക്കെ ഇടുന്ന പോലെ എക്സ്ട്രീം ആവുമോ തീരെ ലോ ആയി പോകുമോ ഒന്നും ചെയ്യരുത്. നമ്മൾ സാധാരണ നാട്ടിൽ കഴിക്കുന്ന സാധാ കറിയൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളത്, അതൊക്കെ കറക്റ്റ് ഡോസ് തന്നെയാണ്. ലൈക്ക് ഒത്തിരി എമൗണ്ട് ഒന്നുമില്ല. പിന്നെ ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്ന് പറഞ്ഞൊരു സോൾട്ട് ഉണ്ട്. ട്രേസ് മിനറൽസിൽ നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, അതായത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും, അതിൻ്റെ ബാലൻസിന് വേണ്ടിയുള്ളതിൽ മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, അതിൽ പ്രോപ്പർ സോഡിയം നമുക്ക് തരുന്ന ആ പിങ്ക് സോൾട്ടാണ്. അതുകൊണ്ടാണ് എല്ലാവരും ആ പിങ്ക് സോൾട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനും അത് യൂസ് ചെയ്തതിൻ്റെ റീസൺ ഒന്ന് അത് തന്നെയാണ്. അപ്പം പ്രോപ്പറായിട്ട് ഹൈഡ്രേഷനും സെറ്റാകും, എന്നാൽ നമുക്ക് ജിമ്മിലൊരു പമ്പും കിട്ടും. ഇനി എൻ്റെ കോമ്പറ്റീഷൻ തീർന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ പേഴ്സണലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് നാച്ചുറലി ഇങ്ങനെ പോസിബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ റിസൾട്ട് ഇല്ല, അങ്ങനെയൊക്കെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ കിടക്കുവാണെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാം, ലൈക്ക് നിങ്ങൾ എന്താണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെസ്റ്റ് വർക്കൗട്ട് സ്പ്ലിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ബെസ്റ്റ് ഡയറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ ഫ്രം ദ ബിഗിനിങ് ബേസിക്സ് തൊട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇപ്പോഴേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത് ഞാൻ അന്നേരം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും, എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണല്ലോ, ഈവൻ എൻ്റെ അടുത്തും പലരും വന്ന് ചോദിക്കുന്നത്, ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് മെസ്സേജ് അയക്കും, ബ്രോ എൻ്റെ കേസ് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് പറ്റിയൊരു ഡയറ്റ് തരുമോ. നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് എത്ര നല്ല ഡയറ്റ് മേടിച്ചാലും, ഒരു പേഴ്സണൽ ട്രെയിനർ മേടിച്ചാൽ, നിങ്ങൾ ആ ഒരു ട്രെയിനറുമായിട്ട് നിങ്ങൾ ലോങ് ടൈം ട്രെയിനിങ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ലോങ് ടൈമിൽ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും പേഴ്സണൽ ട്രെയിനിങ്ങിന് മാക്സിമം പോകാതിരിക്കുക. നിങ്ങൾ അതുപോലെ തീരെ ഒന്നും പറ്റാതെ, അല്ലെങ്കിൽ ലെറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചറി വന്നു, നിങ്ങളതിൽ നിന്ന് റിക്കവർ ആകണം, അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് സിറ്റുവേഷൻ കൊണ്ട് മാത്രം പോകുന്നതാണ്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഓക്കെ പേഴ്സണൽ ട്രെയിനേഴ്സിനെ വെക്കുക. അല്ല ജസ്റ്റ് സിമ്പിൾ ഗോൾസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ, ഇതെന്ന് പറയുന്നത് സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ അടുത്ത് അതിന് വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെ ഉള്ളെന്നാണ് ഞാൻ പറയുന്നത്. ഇനി പറഞ്ഞു വരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഡയറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, പലരും ബഡ്ജറ്റ് ഡയറ്റ് ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിൽ ചിലരുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അവർ കയ്യിൽ കാശേ ഇല്ലായിരിക്കും. അപ്പോൾ അവർ ഡയറ്റ് പറഞ്ഞു കൊടുത്താലും അവരത് കഴിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി അവർ ചോദിക്കുന്നേ ഉള്ളൂ. പിന്നെ ചിലരുണ്ട്, ഇപ്പോൾ ഒരു 100 രൂപ 150 രൂപയ്ക്കായിരിക്കും അവരുടെ ബഡ്ജറ്റ് പെർ ഡേ. എന്നാൽ ചിലരുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 200 രൂപ. ഇപ്പോൾ ഞാനൊരു ബഡ്ജറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബഡ്ജറ്റിലായിരിക്കും ഡയറ്റ് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബോഡിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫുഡും നിങ്ങളുടെ ബോഡി വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ചിലർക്ക് അലർജി ഉള്ളവരെ കണ്ടിട്ടില്ലേ, അവർ കഴിക്കുന്ന എല്ലാ ഫുഡും അവരുടെ ബോഡി പിടിക്കത്തില്ല. ചിലർക്ക് ഇപ്പോൾ പാല് കുടിക്കുമ്പോൾ പ്രശ്നമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ചിലർ പറയത്തില്ലേ മുട്ട കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുഖത്തെല്ലാം കുരു വരുന്നു, മേത്തെല്ലാം കുരു വരുന്നു. അപ്പോൾ അവർക്കറിയാം ഇന്നത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ ബോഡിയെ മനസ്സിലാക്കി നമ്മളാണ് നമ്മുടെ ഡയറ്റ് ഓൾട്ടർ ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിളാണ്, ഇത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും ഫുഡ് ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പറ്റാത്ത ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക, പറ്റുന്ന ഫുഡുകൾ മാക്സിമം ഇൻവോൾവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നിങ്ങളെ പഠിക്കുള്ളൂ. അതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട്. ഞാൻ ഒരു ലോഡ് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ലോഡ് ഇപ്പോൾ പറയാൻ സമയമില്ല, അതുകൊണ്ട് ഉള്ളത്രയും പറയാം. അർണോൾഡിൻ്റെ ബോഡി. അർണോൾഡ് എത്ര ദിവസം വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. പീക്ക് ടൈമിൽ 6 days ആയിരുന്നു. ഓഫ് സീസണിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ അത് ശ്രദ്ധിക്കണം നിങ്ങൾ, ഫൗണ്ടേഷനിൽ 3 ദിവസമേ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ കൂടിയാണ് 4 ദിവസം 5 ദിവസം 6 ദിവസം അങ്ങനെ കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങളൊരു ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങളിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ജിമ്മിൽ ചെന്ന് അന്ന് തൊട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് ഏതാണ്? തിങ്കൾ, ചൊവ്വ, ബുധൻ, അങ്ങനെ ശനി വരെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഞായറാഴ്ച ഒരു ഓഫ് എടുക്കും. അത് ഒരു മിസ്റ്റേക്കാണ്. കാരണം നിങ്ങളാരും ഫൗണ്ടേഷൻ എന്നല്ല, ഇതിൽ കുറച്ച് ആൾക്കാരെങ്കിലും വൃത്തിക്ക് ചെയ്തവർ കാണും. ഇവിടെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൗണ്ടേഷനാണ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നത്. ഫൗണ്ടേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങൾ ജിമ്മിൽ ഇനീഷ്യലി വരുന്ന ടൈമിൽ മാക്സിമം നിങ്ങൾക്ക് ഫോം ശരിയാക്കുക, കോമ്പൗണ്ട് ലിഫ്റ്റുകളിൽ സ്ട്രെങ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം പഴയ ഓൾഡ് സ്കൂൾ ബോഡി ബിൽഡേഴ്സിൻ്റെ ബോഡി നോക്കിയാൽ അവരിൽ ഒരാൾ പോലും നേരെ ജിമ്മിൽ വന്നിട്ട് അന്ന് തൊട്ട് അവർ മറ്റേ മെഷീനെ കിടന്ന് വെയിറ്റ് അടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവരെല്ലാവരും സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ആദ്യം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ലിഫ്റ്റ്സിൻ്റെ ഫോം ശരിയാക്കുമായിരുന്നു. അപ്പം
അതാണ് നമ്മൾ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് സ്പ്ലിറ്റാണ് ഫോളോ ചെയ്യേണ്ടത് അതെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇനി ഫർദർ ഓൺ ലെറ്റ് സീ, നമുക്ക് 2-3 ആൾക്കാരെ എക്സാമ്പിൾ നോക്കാം. അർണോൾഡിൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഫൈനലി 6 ദിവസം വർക്കൗട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ഇത്. പുള്ളിയുടെ ആൻസർ അതായിരുന്നു, പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ മിക്കവർക്കും മൈക്ക് മെൻസറിനെ അറിയായിരിക്കും. മൈക്ക് മെൻസറിൻ്റെ ട്രെയിനിങ് റൂട്ടീൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളി ചില സമയങ്ങളിൽ വൺസ് ഇൻ എവരി 3 days അല്ലെ വൺസ് ഇൻ എവരി 4 days അങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരുന്നത്. പക്ഷേ 2 പേരുടെയും ബോഡി ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 പേരുടെയും ബോഡി അടിപൊളി. അപ്പം 2 പേരിലും ഒരാൾ പോലും നമ്മൾ തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. ഈ ക്വാഡ് ഫാദർ എന്നറിയപ്പെടുന്ന ടോം പ്ലാറ്റ്സിനെ അറിയാത്തവർ സെർച്ച് ചെയ്ത് നോക്കുക. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് കാലുകൾ പുള്ളിയുടേതാണ്. പുള്ളിയുടെ ബാക്കും അത്യാവശ്യം മോശമല്ല. പക്ഷേ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഡെഡ് ലിഫ്റ്റ് അത്രയും റിസ്ക് കൊടുത്ത് എടുക്കുന്നതിൽ അത് വൃത്തിയല്ല, അതുകൊണ്ട് പുള്ളി ഡെഡ് ലിഫ്റ്റ് അധികം ചെയ്യാറില്ല. പുള്ളിയുടെ മിക്ക വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം പുള്ളി ഡെഡ് ലിഫ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം അത് പുള്ളിക്ക് പേഴ്സണലി വർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ അടുത്തൊരാൾ എക്സാമ്പിൾ നോക്കാം. ഇതെല്ലാം ടോപ്പ് ലീഗിൽ നിൽക്കുന്നവരാന്ന് ഓർക്കണം. ഫ്രാങ്ക് സെയിന്, അതാണ് ഞാൻ ഫോളോ ചെയ്തത്. ഫ്രാങ്ക് സെയിൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ ഫാഷൻ ഉണ്ടല്ലോ, അതായത് ലീൻ ബൾക്കിനെ പറ്റിയല്ല പറയുന്നത്, സമയമെടുത്ത് പയ്യെ ലീൻ ബൾക്ക് ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, അതായത് മാക്സിമം ഫുഡ് കഴിക്കുക, അതായിരുന്നു പഴയ ഓൾഡ് സ്കൂൾ ബോഡി ബിൽഡേഴ്സിൻ്റെ ഒരു ട്രെൻഡ്. ഓഫ് സീസണിൽ മാക്സിമം കഴിക്കുക, എങ്ങനെ വയറായാലും കുഴപ്പമൊന്നുമില്ല, ചുമ്മാ സൈസ് കയറ്റുക, എന്നിട്ട് തിരിച്ച് കട്ട് ഡൗൺ ചെയ്യുക. പക്ഷേ ഫ്രാങ്ക് സെയിൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രാങ്ക് സെയിൻ അത് ട്രൈ ചെയ്തപ്പോൾ ഫ്രാങ്ക് സെയിൻ്റെ മസിൽ മാസിനേക്കാളും കൂടുതൽ ഫാറ്റ് മാസാണ് കയറിയത്. അതുകൊണ്ടാണ് ഫ്രാങ്ക് സെയിൻ സ്ട്രിക്റ്റ് ആയിട്ട് പയ്യെ ബോഡി വെയിറ്റ് കയറ്റുന്നതിനെ പറ്റി ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും പുള്ളി പിന്നീട് ഒറ്റത്തവണ ട്രൈ ചെയ്തു, ഫെയിലായി. അതുകൊണ്ട് പിന്നെ പുള്ളി ബൾക്കിംഗ് എന്നുള്ള പരിപാടിക്ക് പോയിട്ടില്ല. ലീൻ ബൾക്കിംഗ് അല്ല ഞാൻ പറയുന്നത്, മറ്റേ എക്സ്ട്രീം ആയിട്ടുള്ള ഓവർ ബൾക്കിങ്. അപ്പം അത് ഫ്രാങ്ക് സെയിന് വർക്ക് ചെയ്ത കാര്യങ്ങൾ. ഇനി ലീ പ്രീസ്റ്റിനെ നോക്കുക. ലീ പ്രീസ്റ്റിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നുമില്ല, ഓഫ് സീസണിൽ എല്ലാം വലിച്ചേരി കഴിക്കുക, മാക്സിമം വണ്ണം കയറ്റുക. പക്ഷേ പുള്ളി ഓൺ സ്റ്റേജ് വരുമ്പോഴത്തേക്കും വേറെ ലെവലാണ്. ഇനി എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ജെ കട്ട്ലർ പറഞ്ഞിട്ടുണ്ട്, ജെ കട്ട്ലറിന് ബെഞ്ച് പ്രസ്സിന് അത്ര ഇഷ്ടമല്ല. കമ്പാരിറ്റീവ്ലി പുള്ളി ഡംബൽ പ്രസ്സാണ് കൂടുതലും ചെയ്യുന്നത്. ബെഞ്ച് പ്രസ്സിനോട് അത്രയൊരു ചെസ്റ്റിലൊരു ആക്ടിവേഷൻ പുള്ളിക്ക് തോന്നിയിട്ടില്ല. ഇനി അടുത്തത് വീക്ക് പോയിൻറ്റ്സ് എന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വീക്ക് പോയിൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അർണോൾഡിൻ്റെ ഇനീഷ്യലി ഉള്ള ഫോട്ടോസ് ഇത് കഴിഞ്ഞാൽ അർണോൾഡ് എപ്പോഴും കാഫ് മറച്ചു പിടിക്കുകയായിരുന്നു. അപ്പം ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു അർണോൾഡിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിൻറ്റ്. ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അർണോൾഡ് അത്രയും സെറ്റ് ബോഡി ആയിട്ട് നിന്നൊരു മനുഷ്യൻ, കാഫ് മാത്രം സെറ്റല്ലായിരുന്നു. ആ ഒരു പോയിന്റിൽ പുള്ളിയുടെ വർക്കൗട്ടിൽ പുള്ളി കൊണ്ടുവന്ന ചേഞ്ചസ് ആണ്. എന്നുവെച്ചാൽ സ്റ്റീവ് റീവ്സ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ, റെക് പാർക്ക് എന്ന് പറഞ്ഞൊരു മനുഷ്യനെയാണ് പുള്ളി നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ റെക് പാർക്കിൻ്റെ ഫോർമാറ്റാണ് പുള്ളി ഫോളോ ചെയ്തത്. റെക് പാർക്കാണ് പുള്ളി കാഫ് എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കണമെന്നൊക്കെയുള്ള പിന്നെ നേരിട്ട് എന്ന് പറഞ്ഞു കൊടുത്തത്. അത് കഴിഞ്ഞാണ് പുള്ളി സ്ട്രെയിറ്റ് എല്ലാ ദിവസവും ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അതിന് ചേഞ്ച് വന്നു തുടങ്ങി. അപ്പോൾ അവിടെ അർണോൾഡ് എന്താ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. റെക് പാർക്കിൻ്റെ ഇനീഷ്യലി ഉള്ള വർക്കൗട്ട് വെച്ചാണ് അർണോൾഡ് ജിമ്മി സ്റ്റാർട്ട് ചെയ്തത്. റെക് പാർക്കിനെ കണ്ടാണ് അർണോൾഡ് ഇൻസ്പയർ ആയത്. അത് 3 day വർക്കൗട്ട് സ്പ്ലിറ്റ് ആയിരുന്നു. ആ 3 day വർക്കൗട്ട് സ്പ്ലിറ്റ് എടുത്ത് ചെയ്തു. പിന്നെ അത് 4 day ആക്കി, പിന്നെ 5 day ആക്കി. അങ്ങനെ ഫൈനലി അർണോൾഡിന് വർക്ക് ചെയ്യുന്നത് ഏതാണെന്ന് അർണോൾഡ് തന്നെ മോഡിഫൈ ചെയ്ത് ഫൈനലി കാഫ്സും കൂടെ അതിലോട്ട് ആഡ് ചെയ്തു. ഇങ്ങനെ അർണോൾഡ് ഓവർ ദ ഇയേഴ്സ് ഉണ്ടാക്കിയെടുത്താണ് പുള്ളിയുടെ വർക്കൗട്ട് റൊട്ടീൻ. അപ്പം ബിഗിനേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്നാ, വന്ന് കയറുമ്പോഴേ പുള്ളിയുടെ വർക്കൗട്ട് പ്ലാൻ എന്നാ, ഓക്കെ അർണോൾഡിൻ്റെ വർക്കൗട്ട് പ്ലാൻ നാളെ ഇത് ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങൾ അവരുടെ ഇനീഷ്യൽ സ്റ്റേജിലെ എന്താണെന്ന് നിങ്ങളിതുവരെ പഠിക്കാത്തതുകൊണ്ടാണ്. ഇനി വേറൊരു മനുഷ്യനുണ്ട്, ഈ സ്റ്റെറോയിഡ് ഒന്നും ഉണ്ടാക്കുന്നതിന് കുറേ കാലഘട്ടം മുന്നേ ബോഡി ബിൽഡിങ്ങിന് ഏറ്റവും ഐക്കോണിക് എന്ന് പറയുന്ന മനുഷ്യൻ സ്റ്റീവ് റീവ്സ് എന്ന പേര്. പുള്ളി കോമ്പറ്റീഷന് പോലും മാക്സിമം ചെയ്തിട്ടുള്ളൂ 3 day സ്പ്ലിറ്റാണ്. പുള്ളിയുടെ ഒരു കാലത്തും പുള്ളിയുടെ വർക്കൗട്ട് മാറിയിട്ടില്ല, സെയിം ആയിരുന്നു, ഫുൾ ബോഡി റൊട്ടീൻ 3 day സ്പ്ലിറ്റ്. അപ്പം പുള്ളിക്ക് വർക്ക് ചെയ്ത് അതാണ്. പുള്ളിയാണ് ഏറ്റവും എസ്തെറ്റിക്, ഒരു നാച്ചുറലി അത്രയും എസ്തെറ്റിക്, ഒരു ഭയങ്കര ബ്രോഡ്, പുള്ളിയുടെ ചെസ്റ്റൊക്കെ കാണാം ഭയങ്കര ബ്രോഡാണ്, അത്രയും അടിപൊളി ഒരു ലുക്കായിരുന്നു. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഭയങ്കര ഇത് കുറവുള്ളൊരു വർക്കൗട്ട് സ്പ്ലിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഇൻറ്റൻസിറ്റിയോ ഇത് കുറവുള്ളൊരു വർക്കൗട്ട് സ്പ്ലിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ആദ്യം ബിൽഡ് ചെയ്തു. ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വർക്കൗട്ട് സ്പ്ലിറ്റ് ഇടും. ലെറ്റ്സ് സേ നിങ്ങൾ പവർ ലിഫ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ വേറെ എന്തിലോട്ടെങ്കിലും പോവുക, വേറെ പ്ലാനിലോട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുൾ ബോഡി, അപ്പർ ലോവർ, അങ്ങനെ ഏതൊരു സിമ്പിൾ ഇടണം. 3 ദിവസം 4 ദിവസത്തെ ഒരു പ്ലാൻ ഇടുക. എന്നിട്ട് നിങ്ങൾ അസസ് ചെയ്യുക, റിക്കവറി ഓക്കെ ആണോ, ഞാൻ പ്രോപ്പർ ആകുന്നുണ്ടോ, എനിക്ക് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും മസിലിന് വേനയാണോ, റിക്കവർ ആകുന്നില്ലേ, അതോ ഡയറ്റ് ശരിയാക്കാനുണ്ടോ, ഉറക്കം ശരിയാക്കാനുണ്ടോ, ഇങ്ങനെ പല കേസുകളുണ്ട്.
അപ്പോൾ അങ്ങനെ ത്രൂ ഔട്ട് ദി ഇയേഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാകും, ഓക്കെ ഈ വർക്കൗട്ട് എനിക്ക് പറ്റത്തില്ല, എൻ്റെ ഇപ്പോഴത്തെ ജോലി സാഹചര്യങ്ങൾ, ഞാനിപ്പോൾ എണീക്കുന്ന സാഹചര്യം, ഇതിനൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് റിക്കവറിക്കുള്ള ടൈമില്ല. അങ്ങനെ കുറേ കാര്യങ്ങളെ ബേസ് ചെയ്താണ് നമ്മുടെ പെർഫെക്റ്റ് വർക്കൗട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കണ്ണും പൂട്ടിയ വേറൊരാളുടെ, ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ചിലരിങ്ങനെ ഓൺലൈൻ ഇങ്ങനെ, ഇപ്പം ഞാൻ ചെയ്യുവാണ്, ഞാൻ ആപ്സ് ചെയ്യാൻ നേരം നിങ്ങളൊന്നൊരു പറയും, ആ ആപ്സിൻ്റെ വർക്കൗട്ട് ഒന്ന് അയച്ചു തരുമോ. ബ്രോ എന്താണ് ആപ്സിന് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന ഇൻറ്റൻസിറ്റി ഇപ്പം നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല, പലർക്കും എല്ലാവർക്കും താങ്ങാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇപ്പം ചെയ്യുന്നത്, ഞാൻ ഓവർ ദി ഇയേഴ്സ് ഞാൻ പയ്യെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഇൻറ്റൻസിറ്റിയാണ്. അപ്പം എന്നുവെച്ചാൽ എല്ലാവർക്കും താങ്ങാൻ പറ്റത്തില്ലെന്നല്ല പറയുന്നത്, മോസ്റ്റ്ലി മെജോറിറ്റി ഓഫ് ദ ആൾക്കാരൊക്കെ അറിയാം പറയുന്നത്. ഇപ്പം എൻ്റെ ആപ്സിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലെറ്റ്സേ ഇന്ന് എനിക്ക് സൂപ്പർ സെറ്റാണ് 3 സെറ്റ്, പക്ഷേ നാളെ എനിക്ക് പുള്ളി നീൻസ് 4 സെറ്റുണ്ട്. അത് കഴിഞ്ഞ് ലൈങ് ലെഗ് റൈസസും അതിൻ്റെ കൂട്ടത്തിൽ ക്രഞ്ചസും 4 സെറ്റ് 50 റെപ്പറ്റീഷൻ ഉണ്ട് ഈച്ച്, 50 റെപ്പറ്റീഷൻ. അത് കഴിഞ്ഞിട്ട് സീറ്റഡ് ട്വിസ്റ്റ് ഉണ്ട് 200 റെപ്പറ്റീഷൻ. അപ്പം ഡെയിലി എനിക്ക് ആപ്സിന് ഇൻറ്റൻസിറ്റി എത്രയും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും റിക്കവറിക്ക് അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞ ഓവർ ദ ഇയേഴ്സ് എൻ്റെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഫുഡിൻ്റെ കേസാണെങ്കിലും സെയിം ഇത് തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞു തരാം. തൽക്കാലം നമുക്കിനി നമ്മുടെ പ്രസൻറ്റ് സ്കോപ്പ്, എൻ്റെ കോമ്പറ്റീഷൻ്റെ ബാക്കി ഇതിനെപ്പറ്റി നമുക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് പ്രീ വർക്കൗട്ടായിട്ട് ഞാനിവിടെ മൈ പ്രോട്ടീനിൽ നിന്ന് മേടിച്ച ഒരു പ്രീ വർക്കൗട്ടിൻ്റെ സപ്ലിമെൻ്റ് ഇരിപ്പുണ്ട്. എപ്പോഴും നമ്മൾ കമ്പനി എന്താണോ പറയുന്നത്, ബ്രാൻഡ് എന്താണോ സജസ്റ്റ് ചെയ്തേക്കുന്നത്, അതിൽ തന്നെ മേടിക്കുക. അതുപോലെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, സപ്ലിമെൻറ്റ്സ് അല്ല എല്ലാം, ഫുഡ് മാത്രം മതി. ഒരു പോയിന്റ് വരെ ഞാൻ ഫുഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇത് ലാസ്റ്റ് പോയിന്റിൽ എക്സ്ട്രാ ഒരു ബൂസ്റ്റ് കിട്ടട്ടെ എന്നോർത്ത് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതുപോലെ നിങ്ങളെ അത് ഞാൻ പ്രോപ്പറായിട്ട് തെളിയിക്കാൻ വേണ്ടി ലെറ്റ്സ് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഫുള്ള് ഫിനിഷ്, അതായത് എൻ്റെ ഇരിക്കുന്ന ഇപ്പോഴത്തെ സ്റ്റാക്ക് ഫുള്ള് ഞാൻ തീർത്ത് കഴിഞ്ഞാൽ ഞാൻ വേറെ സപ്ലിമെൻറ്റ് പിന്നെ മേടിക്കുന്നില്ല. ലെറ്റ്സ് എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയാൽ, ലൈക്ക് ഇഫ് എനി കമ്പനി സ്പോൺസേഴ്സ് മീ, അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ അതിൻ്റെ റിവ്യൂസിന് വേണ്ടി ഇടയ്ക്ക് യൂസ് ചെയ്യും. അതും പ്രോപ്പറായിട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ, ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴോ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോ അല്ലാതെ ഞാൻ ഫുഡിൽ നിന്ന് ചെയ്ത് കാണിക്കാം. അതും അവർ സ്പോൺസർഷിപ്പായിട്ട് അയച്ചു തരുന്നതല്ലാതെ ഒരു സാധനം പോലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കത്തില്ല. അപ്പോൾ അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ട് ഫുഡ് മാത്രം മതി എന്നുള്ളതിൽ. അപ്പം ഇപ്പോൾ തൽക്കാലം ഞാനിത് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു ബൂസ്റ്റ് കിട്ടട്ടെ, അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അങ്ങനെ ഒരു ബേസിലാണ് ചെയ്യുന്നത്. പ്രീ വർക്കൗട്ട് നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല. ലൈക്ക് ലോങ് ടൈമിൽ ഓവർ ദ ഇയേഴ്സ് എപ്പോഴും ഉപയോഗിക്കാൻ കൊള്ളാമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇവർക്ക് എത്ര സ്കൂപ്പായിരുന്നു? ഒരു സ്കൂപ്പ് തന്നെ ആയിരിക്കണം 300 ml വെള്ളത്തിൽ. വേറെ ഏതൊക്കെയോ ഭാഷയുണ്ടല്ലോ, ഇംഗ്ലീഷ് മാത്രം കണ്ടുപിടിക്കുന്നില്ലല്ലോ. എന്നാന്നറിയില്ല, ഇന്ന് എൻ്റെ കണ്ടുപിടിക്കുന്നില്ല. കിട്ടി, 2 സ്കൂപ്പ് 300 ml. ഓക്കെ, 2 സ്കൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ 1 സ്കൂപ്പ് എടുത്തിട്ടുണ്ട്, അപ്പോൾ 1 സ്കൂപ്പും കൂടെ വേണം. പിന്നെ ഞാൻ ഈ ചെയ്ത വർക്കൗട്ടുകൾ, ഞാൻ ഈ ചെയ്യുന്ന സപ്ലിമെൻറ്റ്സിൻ്റെ ഈ കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ പഠിച്ചത് ഫ്രാങ്ക്സൈനിൽ നിന്നാണ്. ഫ്രാങ്ക്സൈൻ്റെ നിങ്ങൾ സൈറ്റ് ചെല്ലുക, franksign.com എന്നോ അല്ലെങ്കിൽ ഫ്രാങ്ക്സൈൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വെബ്സൈറ്റ് കിടപ്പുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി ഇതുവരെ ചെയ്തിട്ടുള്ള പുള്ളിയുടെ ന്യൂട്രീഷൻ്റെ ഇത്, പുള്ളിയുടെ വർക്കൗട്ട്സിൻ്റെ ഇത്, അങ്ങനത്തെ ഇഷ്ടം പോലെ PDF മേടിക്കാൻ കിട്ടും. ഇറ്റ് ഈസ് വെർത്ത് ഇറ്റ്. ഓരോ ആൾക്കാരും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെർത്താണ്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ സ്ട്രാറ്റജിയാണ്. നമുക്കതിൽ എന്ത് വർക്ക് ചെയ്യുമെന്ന് നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുക. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒത്തിരി ജോലി തിരക്കാണ്. ഇത് വിട്ടുപോയി. ടൈറോസിൻ എടുത്തതും ഈ പറഞ്ഞ പോലെ ഫ്രാങ്ക്സൈൻ്റെ PDF കണ്ട കാര്യങ്ങളാണ്. അപ്പം ഈ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ ചെയ്ത സകല കാര്യങ്ങളും ഫ്രാങ്ക്സൈനെ ബേസ് ചെയ്തതാണ്. ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ലോകത്തുള്ള പല ആൾക്കാർക്കും പല സ്ട്രാറ്റജീസാണ് ഉള്ളത്. അപ്പം നമ്മളിപ്പോഴും ഇന്നത് ശരിയാണ് ഇന്നത് തെറ്റാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പലരും പറയും ബ്രോ സ്പ്ലിറ്റ് കൊള്ളത്തില്ല, ചിലർ പറയും പുഷ് പുൾ ലെഗ് കൊള്ളത്തില്ല. ഈ വർക്കൗട്ടുകളെല്ലാം നല്ലതാണ്. നിങ്ങൾക്ക് വർക്കാകുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കിയുള്ളവർക്ക് വർക്കാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആഴ്ച 3 ദിവസം വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് മസിൽ ഉണ്ടാകുന്നുണ്ടോ, അത് നിങ്ങളുടെ ബെസ്റ്റ് വർക്കൗട്ട് പ്ലാനാണ്. അപ്പോൾ ആ വർക്കൗട്ട് പ്ലാൻ്റെ നിങ്ങൾക്ക് ചെസ്റ്റ് ഡെവലപ്പ് ആകുന്നില്ലേ, 2 വർക്കൗട്ടും കൂടെ ഇടയ്ക്കെപ്പോഴും ചെസ്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. ഇപ്പം ഞാൻ
ഇടയ്ക്ക് പല വർക്കൗട്ടുകൾ ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ 6 ഡേ സ്പ്ലിറ്റുകൾ ഞാൻ കണ്ടിന്യൂസ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറില്ല. അതിപ്പോൾ ഈ കോമ്പറ്റീഷൻ ടൈമിൽ മാത്രമേ ഞാൻ ഇത്രയും ഫോളോ ചെയ്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാനൊരു 3 ഡേ സ്പ്ലിറ്റിലോട്ട് പോകും. 3 ഡേ കഴിഞ്ഞ് പയ്യെ ഞാൻ വീണ്ടും 4 ഡേയിലോട്ട് അഡ്വാൻസ് ചെയ്യും. 5 ഡേ സ്പ്ലിറ്റിലോട്ട് പോകും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിലെ മസിൽ ഫൈബേഴ്സ് ഉണ്ട്, ഫാസ്റ്റ് ട്വിച്ചും സ്ലോ ട്വിച്ചും. അതായത് ഇത്രയും ചിന്തിച്ചാൽ നമുക്ക് പയ്യെ നടക്കാൻ വേണ്ടി ഒരു മസിൽ ഗ്രൂപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുതിച്ച് നമ്മൾ ഓടത്തില്ലേ, അപ്പോൾ അങ്ങനത്തെ ഇതിന് വേണ്ടി വേറൊരു സെറ്റ് ഓഫ് മസിൽ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പം ഇതിനെ എല്ലാത്തിനെയും ട്രെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് പല മെത്തേഡ്സ് കൊണ്ടുവന്നേക്കുന്നത്. ഒന്ന്, നമ്മളിവിടെ സ്പീഡ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഇങ്ങനെ സ്പീഡ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം മസിൽ കറക്റ്റ് ആക്ടിവേറ്റ് ആകണം. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശം മസിൽ ആക്ടിവേറ്റ് ആകത്തില്ല. സ്പീഡ് ചെയ്യുന്ന ഒന്ന് അതുകൊണ്ടാണ്. രണ്ടാമത്തേത് കൺട്രോൾ ചെയ്യുന്നത് വേറൊരു മസിൽ ഫൈബറിനാണ്. ഇതുപോലെ തന്നെ ഇനി വേറെ ടെക്നിക്കുണ്ട്, ഹാഫ് റപ്പുകളുണ്ട്. ഇപ്പം ബൈസെപ്റ്റുകളാണെങ്കിൽ ഇത് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതിന് ബാക്കി ഈ ഹാഫ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി വേറൊരെണ്ണമുണ്ട്, നാച്ചുറൽ ഗാലൻ ബോഡി ബിൽഡിംഗ് എന്നും പറഞ്ഞൊരു യൂട്യൂബറുണ്ട്. പുള്ളിയാണ് നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിലെ ടോപ്പ് 5% ഫുള്ള് ടെസ്റ്റിങ് ചെയ്ത്, അതായത് പോളിഗ്രാഫ് അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ടല്ലോ, അത് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് പ്രൂവൺ ആയിട്ടൊരു ബോഡി ബിൽഡറാണ്. പുള്ളി ട്രെയിൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ എന്ത് തേങ്ങയാണ് കാണിക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കാൻ പോകുന്നത്. പക്ഷേ പുള്ളിയുടെ സൈസ് കാണണം, പുള്ളിക്കത് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി സ്ക്വാട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു താണ്ട് ഇരിക്കുന്നൊരു പൊസിഷനിൽ തുടങ്ങും. എന്നിട്ട് ഇതാണ് പുള്ളിയുടെ സ്ക്വാട്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഏതാണെന്നും പറയും ഇവൻ എന്ത് തേങ്ങയാണ്, പക്ഷേ പുള്ളിയുടെ കാല് കാണണം. അതുപോലെ പുള്ളിയുടെ ബൈസെപ്പ് കേൾ എന്ന് പറയുന്നത് പുള്ളി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ബൈസെപ്സ് ആക്ടിവേറ്റ് ആകുന്നിടം വരെ വെയിറ്റ് പിടിക്കും. പിന്നെ ഇത് മാത്രം പുള്ളി പറഞ്ഞു പുള്ളിക്ക് വർക്കാകുന്ന അതാണ്, പുള്ളിക്ക് അതാണ് മനസ്സിലായ കാര്യം. അപ്പോൾ പുള്ളി വേറെ ആളുടെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. പുള്ളിക്ക് അപ്പോൾ റിസൾട്ട് ഉണ്ടായി. ജിമ്മിലൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും ഒരു മണ്ടനായിട്ട് തോന്നാം, പക്ഷേ ഓൺ സ്റ്റേജ് വരുമ്പോഴത്തേക്കും പുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം പല ജനറ്റിക് പൊട്ടൻഷ്യലുണ്ട്, പല രീതിയിലാണ് അവർ റിക്കവറി വർക്കാകുന്നത്. അപ്പം നമുക്കെന്ത് വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് വരുന്ന സീരീസ് എന്ന് പറയുന്നത് ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. മൊത്തം ഫ്രം ദ ബിഗിനിങ് മൊത്തം ഞാൻ പഠിപ്പിച്ചു തരാം. സോ നമുക്ക് പ്രീ വർക്കൗട്ടുണ്ട്, എഗ് വൈറ്റ് കുക്ക് ചെയ്തതുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കാം. നമ്മൾ പ്രീ വർക്കൗട്ട് മീൽ കഴിച്ച് കഴിഞ്ഞു, സപ്ലിമെൻറ്റും എടുത്തു. ഇപ്പോഴേ ബോഡിയിൽ മറ്റേ ടിംഗ്ലിങ് സെൻസേഷൻ വന്നു തുടങ്ങി, ആ തരിപ്പ് ചൊറിയുന്നെല്ലായിടത്തും. അപ്പം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ എനിക്ക് കുറച്ചും കൂടെ സമയമുണ്ട്. ഇപ്പോൾ കഴിച്ചതല്ലേ ഉള്ളൂ, ഒരു 5 മണിയായി, ഒരു 5:30 ആകുമ്പോഴത്തേക്കും വർക്കൗട്ട് തുടങ്ങണം, അങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ കുറച്ചും കൂടെ സമയമുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ കാര്യങ്ങളുണ്ടല്ലോ, പലരുടെയും ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞ് നിർത്തിയ കാര്യമുണ്ടല്ലോ. അപ്പം നിങ്ങൾ തന്നെ വേറെ ഒരു കാര്യം കൂടെ ചിന്തിക്കുക. ഇത്രയും ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് ഡയറ്റിനെ പറ്റിയാണ്. അതായത് ഇത്രയും സിമ്പിളായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറ്റിൽ നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ ഒരു കുറച്ച് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കുന്നവരുണ്ട്, വലിച്ചു വാരി തിന്നാലും ഒരു പൊടിക്ക് പോലും വണ്ണം കൂടാത്തവരും കാണും. അതെന്തുകൊണ്ടാണ്? അത് പുള്ളി കഴിക്കുന്ന രീതിയുടെ വ്യത്യാസം കൊണ്ടൊന്നുമല്ല, പുള്ളിയുടെ ജനറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പുള്ളിയുടെ മെറ്റാബോളിസം എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്താണ് പുള്ളിയുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സെയിം സിറ്റുവേഷനാണ് നിങ്ങൾ ഓൺലൈനിലുള്ള ഡയറ്റ് കാണുമെന്ന് വിചാരിക്കുക. അപ്പോൾ പുള്ളി ബൾക്കിങ്ങിന് ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ എനിക്കും ഇത് ബൾക്കിങ്ങിന് യൂസ് ചെയ്യാം എന്നും പറഞ്ഞാൽ അതേപടി വലിച്ചു വാരി തിന്നാൽ നിങ്ങൾക്ക് വർക്കാകത്തില്ല. ഇതുപോലെ തന്നെ അപ്പോൾ ലെറ്റ്സ് സേ ഞാൻ പറയട്ടെ, ഇപ്പം എൻ്റെ ബൾക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണ്, 4000 കാലറി ആണെങ്കിൽ ചിലപ്പം വേറൊരാളുടെ കട്ടിങ്ങിനായിരിക്കും 4000 കാലറി വേണ്ടത്, കട്ടിങ് കാലറീസ് ആയിരിക്കും 4000. അപ്പോൾ ഇതൊക്കെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കാണുന്ന ഫുഡുകൾ വേണേൽ റെഫറൻസിന് എടുക്കാം, എന്നിട്ട് നിങ്ങളുടെ മാക്രോസിന് വേണ്ടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതുപോലെയാണ് സപ്ലിമെൻറ്റ്സും. എല്ലാവരും വീഡിയോസ് കാണുമ്പോഴേ ഏത് സപ്ലിമെൻ്റ് എടുക്കുന്നത്, എന്തിനാണ് എടുക്കുന്നത്, എപ്പോഴാണ് എടുക്കേണ്ടത്, ഞാൻ എത്ര എണ്ണം എടുക്കണം, ഞാൻ ഏത് കടയിൽ നിന്ന് മേടിക്കണം, ഏത് ബ്രാൻഡ് മേടിക്കണം. സപ്ലിമെൻറ്റ്സും ഇതുപോലെ തന്നെയാണ്. നിങ്ങളുടെ ബോഡിക്ക് വേണ്ടത് തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക, അത് മാത്രം കൊടുക്കുക. ലൈക്ക് എല്ലാം കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ ബോഡിക്ക് പുതിയ ചേഞ്ചൊന്നും വരാൻ പോകുന്നില്ല. അപ്പം കറക്റ്റ് ഡോസേജ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, നിങ്ങളുടെ ബോഡിക്ക് വേണ്ടത്. ഇനി കറക്റ്റ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ റിസ്ക് എടുത്ത് നിങ്ങൾ തന്നെ എടുക്കുക. അത് കഴിഞ്ഞാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കണം, വന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കണം. നിങ്ങൾ തന്നെ വേണം ഇതെല്ലാം ചെയ്ത് പഠിക്കാൻ. ഇത് ഡേഞ്ചറസ് സാധനങ്ങളൊന്നുമല്ല. ഇപ്പോൾ ലെറ്റ്സ് സേ ഞാൻ സ്ഥിരം ഫിഷ് കഴിക്കുന്നില്ല, ഇതൊക്കെ സിമ്പിൾ ലോജിക്കാണ്. സ്ഥിരം ഫിഷ് കഴിക്കുന്നില്ല,
omega 3 എടുക്കാം. അപ്പം അങ്ങനെ എനിക്ക് ചിന്തിക്കാം. തീരെ വെട്ടവേ ഇല്ല, നമ്മൾ ജീവിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഓഫീസ് ജോബാണ്, പുറത്ത് ഞാൻ വെട്ടം കാണാറേ ഇല്ല, വൈറ്റമിൻ ഡി എടുക്കാം. ഇനി അതല്ലെങ്കിൽ പോയി ചെക്ക് ചെയ്യുക, ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുകയാണ് ഇന്നതൊക്കെ നിനക്ക് കുറവാണ്, ഇതൊക്കെ നീ ഫുഡിൽ നിന്നൊന്ന് എടുക്കണം, അല്ലെങ്കിൽ നീ സപ്ലിമെൻ്റ് എടുക്കണം. ഫുഡിൽ നിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വൈറ്റമിൻ ക്യാപ്സ്യൂൾ എടുക്കുക. ഇത്രയും സിമ്പിൾ കാര്യമാണ്. ഇനി നമ്മൾ നേരത്തെ ഒരു ഡയറ്റിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതായത് സ്വന്തം മാക്രോസിന് വേണ്ടി വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ. അപ്പം വൈറ്റമിൻസിനെ പറ്റി പറഞ്ഞു. ബ്രാൻഡ് എത്ര ഡോസേജ് എടുക്കണമെന്നുള്ളത് നിങ്ങൾ എവിടുന്ന് മേടിക്കുന്നു, അവരെന്ത് സജസ്റ്റ് ചെയ്യുന്നു, അതാണ് ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ മൈ പ്രോട്ടീന് 3 എന്നാണ് അവർ കണക്ക് പറയുന്നത്, ഡെയിലി 3 നേരം ഓരോന്ന് വെച്ച്. അപ്പോൾ ആ സെയിം കണക്കായിരിക്കത്തില്ല വേറെ, കാരണം അവരുണ്ടാക്കുന്ന രീതിയിൽ അതിനകത്ത് എത്ര കോൺസെൻട്രേഷൻ, എന്തൊക്കെ അളവുണ്ടെന്ന് അവർക്കേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത്ര എടുക്കാവുള്ളൂ, ഇതാണ് റെക്കമെൻഡഡ് എന്ന് അവർ പറയുന്നത്. അപ്പം നമ്മളതങ്ങ് ഫോളോ ചെയ്യുക, അല്ലാണ്ട് നമ്മൾ വേറൊരു ബ്രാൻഡിൽ വേറൊരാൾ പറയുന്ന പോലെ അങ്ങ് ഫോളോ ചെയ്യരുത്. ഇപ്പോൾ ക്രിയാറ്റിനാണേലും വരുന്ന കോൺസെൻട്രേഷനിൽ ചിലതിലിട്ടേക്കുന്നത് ഒരു സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്കൂപ്പ് 6 ഗ്രാംസ് ആയിരിക്കും, പക്ഷേ ചിലരുടെ സ്കൂപ്പ് എന്ന് പറയുന്നത് 4 ഗ്രാംസോ 5 ഗ്രാംസോ ആയിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയ വേരിയേഷൻ കാണും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങളത് കഴിക്കാൻ. ഇനി ബ്രാൻഡിനെ പറ്റി പറഞ്ഞാൽ, നിങ്ങൾക്ക് ബ്രാൻഡ് ഒന്നും നോക്കണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നല്ലൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുക, അന്ന് സാധനം മേടിക്കുക. വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നൊക്കെ പറയുന്നത് അവിടുന്ന് നമ്മുടെ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നല്ല സാധനം കിട്ടും. ഇനി നിങ്ങൾ നല്ല സപ്ലിമെൻറ്റ് നോക്കിയേ മേടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ഒരിക്കലും ഫ്ലിപ്കാർട്ട്, ആമസോൺ, അല്ലെങ്കിൽ നേരിട്ടുള്ള ഷോപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനർമാർ, എല്ലാവരുടെയും കേസല്ല ഇവിടെ ഞാൻ പറയുന്നത്, മിക്ക ട്രെയിനർമാരും ലെറ്റ്സ് ഒരു 50-50 ചാൻസസ് വെക്കാം. 50% ആൾക്കാർ നല്ല സാധനമായിരിക്കും വിൽക്കുന്നത്, ബാക്കി 50% നിങ്ങൾ പറ്റിക്കുമായിരിക്കും. അപ്പം നമുക്ക് ആ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ റിസ്ക് എടുക്കത്തില്ല. അപ്പം ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ ലെറ്റ്സ് ഇവിടെ എനിക്ക് മൈ പ്രോട്ടീൻ ഉണ്ട്, ഒപ്റ്റിമിൻ, ഇവിടെ അങ്ങനെ കുറവൊന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ടോപ്പ് ബ്രാൻഡുകൾ ഏതെന്ന് ഞാൻ നോക്കും. ഇപ്പം എനിക്കറിയാവുന്ന ഇവിടുത്തെ ടോപ്പ് ബ്രാൻഡുകൾ എന്ന് പറയുന്നത് ഡയമട്ടൈസ് കിട്ടാൻ പാടാണ്, പക്ഷേ മേടിക്കാൻ അത്യാവശ്യം വില കൂടുതലാണ്. സോ ഞാനത് മാറ്റി നിർത്തിയേക്കുന്നതാണ്. പക്ഷേ എൻ്റെ നല്ല ബഡ്ജറ്റും ഉണ്ട്, എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡയമട്ടൈസിനെ മേടിക്കുള്ളൂ. കാരണം ഞാൻ അവരെ പൊക്കി പറയുന്നൊന്നുമല്ല, ഏറ്റവും ബെസ്റ്റ് മിക്സബിലിറ്റി, ഏറ്റവും നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയത് അവരുടെയാണ്. പിന്നെ മസിൽ ടെക് ഉണ്ട്, ഒപ്റ്റിമൻ ന്യൂട്രീഷൻ ഉണ്ട്, മൈ പ്രോട്ടീൻ ഉണ്ട്. പിന്നെ ഞാൻ നോക്കിയതിൽ എപ്പോഴും എന്തെങ്കിലും ഓഫറുണ്ട്, അല്ലെങ്കിൽ ഇത്ര സാധനം ഒരുമിച്ച് മേടിച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സാധനങ്ങൾ അവരിടും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മൈ പ്രോട്ടീനെ സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ സ്പെഷ്യൽ റീസണൊന്നുമില്ല. അന്നും ഇന്നും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഡയമട്ടൈസാണ്. അല്ലെങ്കിൽ ഒപ്റ്റിമൻ ന്യൂട്രീഷൻ മേടിക്കേണ്ടി വന്നാൽ അങ്ങനെയും മേടിക്കാം. പിന്നെ ഒപ്റ്റിമൻ ന്യൂട്രീഷനിലൊന്നും അതിന് മാത്രം ഡിസ്കൗണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി ഡിസ്കൗണ്ടൊക്കെ ഉള്ളത് നമ്മൾ മേടിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ബ്രാൻഡ് നോക്കി സമയം കളയാതെ, ഇപ്പം ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പം ഒത്തിരി ഇത് വന്നിട്ടുണ്ട്, GNC ഉണ്ട്, വെൽക്കോർ ഉണ്ട്, അങ്ങനെ 2-3 വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല അടിപൊളിയാണ് നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ കഴിച്ചിട്ട് പോലാത്ത സാധനങ്ങളെ പറ്റി എനിക്ക് ഒരു റെക്കമെൻഡേഷനും പറയാൻ പറ്റത്തില്ല. ഞാൻ നാട്ടിലായിരുന്നപ്പോഴും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 2 ബ്രാൻഡ് എന്ന് പറയുന്നത്, 1 മസിൽ ബ്ലേസും 2 മൈ പ്രോട്ടീനുമാണ്. ഇത് രണ്ടും അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം നമുക്ക് വേണ്ടൊരു ബഡ്ജറ്റിൽ അന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് കമ്പനി വെബ്സൈറ്റ് muscleblase.com. ഞാൻ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ അവർ ഏത് വെബ്സൈറ്റ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മസിൽ ബ്ലേസ് ആണെങ്കിൽ muscleblase.com എന്ന് ടൈപ്പ് ചെയ്താൽ .in എന്ന് ടൈപ്പ് ചെയ്താൽ അതിനകത്ത് സൈറ്റിലോട്ട് ചെല്ലും. മൈ പ്രോട്ടീൻ ആണെങ്കിലും അങ്ങനെ തന്നെ. എന്നിട്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ബാസ്ക്കറ്റിലിട്ട് നമ്മുടെ അഡ്രസ്സ് കൊടുത്താൽ നമ്മുടെ അഡ്രസ്സിൽ സാധനം എത്തും. അപ്പോൾ നമ്മൾ വെറുതെ ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ആമസോണിൽ കയറി ഏതെങ്കിലും ഒരു പൊട്ടൻ സെല്ലർ അവൻ മറ്റേ വേറെ ഏതെങ്കിലും പൊടി കലക്കി വെച്ചേക്കുന്നത് നമുക്ക് വേണ്ടി എടുത്ത് വിറ്റ് തരും. അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും തന്നെ ആ സൈറ്റിനെ കണ്ടതിനെക്കാട്ടിലും ആമസോണിൽ ഇത്ര 10,000 അല്ലെങ്കിൽ 1,500 രൂപ കുറവെന്ന് പറഞ്ഞ് നമ്മൾ പോയി മേടിക്കും. ആ മേടിക്കുന്നതോ നല്ല സപ്ലിമെൻ്റ് ആയിരിക്കത്തുമില്ല, ലേബലടിച്ച വേറെ എന്തെങ്കിലും സാധനമായിരിക്കും. അപ്പോൾ ആ റിസ്ക് നമ്മൾ എടുക്കരുത്. നമ്മുടെ ശരീരമാണ്, നമ്മൾ സൂക്ഷിക്കണം. ആവശ്യത്തിനുള്ള കഥയായിട്ടുണ്ട് ഇന്നത്തേക്കുള്ള. സോ 5:18 കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മിച്ചമുള്ള ഇതും കൂടെ കുടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ അപ്പർ ബോഡി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ കോമ്പറ്റീഷന് വേണ്ടിയുള്ള വർക്കൗട്ട്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നും നമ്മൾ ഹെവി ആയിരിക്കത്തില്ല പോകുന്നത്, ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ മാക്സിമം ടൈമിൽ അത് സ്പീഡിൽ തീർക്കുക. അപ്പോൾ ആ ഒരു ടെൻഷൻ, ആ ഒരു പമ്പ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഒരു വീക്ക് കൊണ്ട് അല്ലെങ്കിൽ ഈ 3 ദിവസം കൊണ്ട് നമ്മളിനി ഒത്തിരി ഗെയിൻസ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒത്തിരി വെയിറ്റ് കൂട്ടി ചെയ്യുക, ആ ഇഞ്ചുറിക്കുള്ളൊരു ചാൻസ് വരുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അത്രയും പുഷ് ചെയ്യുന്നില്ല. നമ്മളാകപ്പാടെ ചെയ്യുന്നത് ഒരു നോർമൽ വെയിറ്റ്
അത് വെച്ച് മാക്സിമം ഒരു 30 സെക്കൻഡ്സ് ടൈം കഴിയുമ്പോൾ തന്നെ അടുത്ത സെറ്റ്. അങ്ങനെ പമ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മാക്സിമം സ്പീഡിൽ വർക്കൗട്ട് ചെയ്യാൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എൻ്റെ വാമപ്പ് റൊട്ടീൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. മറ്റേ ഷോൾഡറിന് വേണ്ടി, റൊട്ടേറ്റർ കഫ്സിന് വേണ്ടി ഇത് 3 സെറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം ഇത് ഫുള്ള് റോ ആയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഫ്രം ദ ബിഗിനിങ് നിങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റും. ഇനിയുള്ള ബാക്കി 2 ദിവസം കൂടെ, അതായത് 3 ദിവസം, ഇന്നും നാളെ മറ്റന്നാളും എൻ്റെ ഫുള്ള് വർക്കൗട്ട് പ്ലാൻ എങ്ങനെയാണോ അത് ഞാൻ നിങ്ങൾ റോ ആയിട്ട് ഇപ്പോൾ കാണാൻ പോവാണ്. അപ്പോൾ ഒന്ന് ഇതാണ്. ഇത് 12 ചെയ്തുള്ളൂ. ഇതുപോലെ 3 സെറ്റ് ഉണ്ട്, 12, 18. ഈ സെയിം വെയിറ്റത്തിന് ഒത്തിരി ഹെവി ഒന്നും പോകുന്നില്ല ഇവിടെ. ഒത്തിരി ജസ്റ്റ് ആ റൊട്ടേറ്റർ കഫ് ഒന്ന് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി മാത്രം. ഇത് തന്നെ ഞാൻ തിരിഞ്ഞു നിന്ന് ഇങ്ങോട്ട്, എന്നിട്ട് ഇവിടെ ഞാൻ ടൈറ്റ് ആക്കും. എന്നിട്ട് ഇത് കൈ ഇങ്ങനെ റിലീസ് ചെയ്യുവാണ്. ഇപ്പോൾ പുറകിൽ സ്ട്രെച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ റിയൽബിൽറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അവിടുത്തെ റൊട്ടേറ്റർ കഫ്, ഇതിനകത്തുള്ള ആ റൊട്ടേറ്റർ സാധനം ഉണ്ടല്ലോ, അത് ആക്ടിവേറ്റ് ആയി ഇങ്ങോട്ടും തിരിച്ചു വിട്ടു, ഇങ്ങോട്ട് തിരിച്ചു. ഓക്കെ, വീഡിയോ ഭയങ്കര ലെങ്തി ആക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ബാക്കിയും കൂടെ കാണിക്കാം. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇത് മാക്സിമം സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് നേരെ ഇനി പുറകോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ കുറച്ച് സൈഡിലോട്ടാക്കും, എന്നിട്ട് ഇങ്ങനെ ആക്കും. പക്ഷേ മാക്സിമം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇങ്ങനെ സ്ട്രൈറ്റ് തന്നെ പോവുക. കൈ ഇങ്ങനെ മടക്കി ഇങ്ങനെയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. മാക്സിമം നൂറ്റി തന്നെ ഉണ്ട്. 3, 4, 5, 6, 7, 8. അത് തന്നെ റിവേഴ്സ്. പിന്നെ ഉള്ളത് ഇത് സ്ട്രെച്ചാണ്. ഒന്ന് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇവിടം വലിയണം. ഇങ്ങനെ ഇവിടം പിടിച്ച് ഇങ്ങനെ താത്തുന്നതനുസരിച്ച് ഇവിടം വലിയണം. എന്നിട്ട് ആ സ്ട്രെച്ച് ഒന്ന് ഹോൾഡ് ചെയ്യണം. 2, 3, 4, 5, 7, 8. അതുപോലെ തന്നെ ഇത് കൈ നമ്മൾ ഈ ഒരു ഷോൾഡറിന് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യാൻ നേരം ഇവിടം വലിയണം. ഇവിടെ സ്ട്രെച്ച് ആവണം. ആ സ്ട്രെച്ച് കിട്ടുന്നിടത്ത് പിടിച്ച് നിർത്തണം. ഇത്രയാണ് എൻ്റെ ബേസിക് വാങ്ങാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഡമ്പൽ എടുത്തിട്ട് നമ്മുടെ സാധാ ഷ്രക്സ് ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഫുള്ള് ലൂസാക്കിയിട്ടിട്ട് ഇത്ര ഒന്ന് കഴിഞ്ഞ് ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് തന്നെ ഷ്രക്സ് പൊക്കിയിട്ട് കൈ ഫുള്ള് പൊക്കിയിട്ട് ചെയ്യണം. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചില കണ്ടുണ്ട് ഈ ഭിത്തിയെ ചാരി എന്നിട്ട് ഇങ്ങനെ ഷോൾഡർ പ്രസ് പോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കിനകത്തൊരു മിഡ് ബാക്കിന് മസിലുണ്ട്. ആ മസിൽ ആക്ടിവേറ്റ് ആകുന്ന അന്നേരം മാത്രമാണ്. പക്ഷേ ഇനീഷ്യലി അത് വാമപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്ട്രെങ്ത് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ ബാർ വെച്ചാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മളിങ്ങനെ പൊക്കി പിടിക്കും, ഷോൾഡർ ഇച്ചിരി ഇനി ഇവിടും നമ്മൾ ഷ്രഗ് ചെയ്യും ഇങ്ങനെ. ഇതാണ് എൻ്റെ വാമപ്പ്. ഇത് ഇപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുവാണ്.
കാരണം ഇത് ഞാൻ ഇനി 2 സെറ്റും കൂടെ ഇപ്പം ഞാൻ ചെയ്ത പ്രോസസ്സ് എന്തുവാണോ ഇത് ഞാൻ വീണ്ടും 2 സെറ്റും കൂടെ റിപ്പീറ്റ് ചെയ്യും. അതോടെ എൻ്റെ വാമ്പ് വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫോണിലല്ല, വാച്ചിലാണ് ഞാൻ ടൈമർ വെച്ചേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വെച്ച് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അതിൽ നിങ്ങളുടെ കൂടെ ഒരു ട്രെയിനിങ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, വർക്കൗട്ട് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ കഥ പറഞ്ഞ് സമയം കളയരുത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വാമപ്പ് വെയിറ്റ്. അപ്പോൾ നമ്മൾ മേളിൽ വാമപ്പ് ചെയ്തത് മാത്രം പോരാ, ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ബോഡി യൂസ് ടു ആകണം. ഇപ്പോൾ ഞാൻ നേരെ വന്നിട്ട് 100 കിലോ ഇട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമല്ല. അപ്പോൾ 100 കിലോ ഇടുന്നതിന് മുന്നേ 220 ഓൾറെഡി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ 40 വെച്ച് ഞാൻ പയ്യൊന്ന് വാമപ്പ് ചെയ്തു. എന്നിട്ട് 220 കൂടെ ഇട്ടു, അപ്പോൾ 80 ആയി. അപ്പോൾ 80 വെച്ച് ഞാൻ രണ്ടാമത്തെ സെറ്റ് വാമപ്പ് ചെയ്തു. മൂന്നാമത് ഞാൻ ഫൈനലി 100 കിലോ ഇട്ടേക്കുവാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചെയ്യുന്ന 3 സെറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് ചെയ്യും, ഞാൻ ഓവർക്ക് ഡാർക്ക് പ്രസ് ചെയ്യും, എന്നിട്ട് 30 സെക്കൻഡ് അപ്പോൾ തന്നെ 30 സെക്കൻഡ് ആകുമ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കും, ചെയ്യും, അത് ചെയ്യും, വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ എങ്ങനെ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. സെറ്റ് 1 കഴിഞ്ഞു. സ്റ്റോപ്പ് വാച്ച് ഓണാക്കി. തേർട്ടി സെക്കൻഡ്സ് ആകുന്നതിനും വരെ നിങ്ങൾ നോക്കിയിരിക്കണമെന്നൊന്നുമില്ല. ഒരു 20 സെക്കൻഡ്സ് 25 സെക്കൻഡ്സ് ആകുമ്പോൾ തന്നെ ഞാൻ റാപ്പ് അകത്ത് കയറ്റിയിടും, റിസ്റ്റ് റാപ്പ്. എന്നിട്ട് നമ്മൾ ഇട്ട് തീരുന്ന സമയം കൊണ്ട് 30 സെക്കൻഡ്സ് ആവും. 22 ആയി. കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് തീർന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വർക്കൗട്ടുകൾ മാത്രമേ എനിക്ക് സൂപ്പർ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഷ്രക്സിൻ്റെ ഒക്കെ കൂടെ മേളിയിരിക്കുന്ന മെഷീൻസിൻ്റെ കുറച്ച് വർക്കൗട്ടാണ് ഞാൻ സൂപ്പർ സെറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇത് മാക്സിമം സ്പീഡ് ചെയ്ത് തീർക്കുന്നു, എന്നിട്ട് ഞാൻ വേറെ ചെയ്യാൻ പോകുന്നു മാത്രം. ഇതിപ്പോൾ സൂപ്പർ സെറ്റായിട്ട് ചെയ്യുന്നില്ല, ഇത് മാത്രം സ്പീഡിൽ 30 സെക്കൻഡ് തീർക്കുവാണ്. അപ്പോൾ ഡംബൽ ഷ്രക്സാണ് എടുത്ത് ചെയ്യുന്നത്. സെയിം സ്ട്രാറ്റജി
12. 20, 21. ഓക്കെ, 26. ഈ ബെഞ്ച് ഞാൻ 30 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ കൂടുതലും ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിവരെ ഓടാനൊക്കെ നിൽക്കത്തില്ല, സ്പ്രിൻറ്റ് റേസേഴ്സ് ഓടുന്ന സ്റ്റാർട്ടിങ് അല്ലേ, അതുപോലെ നിൽക്കുന്ന പോലെ ഇങ്ങനെ ഇറങ്ങി നിൽക്കും. ഏറെക്കുറെ നമ്മൾ ആ റാക്കിൽ പോയി പിടിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. എന്നിട്ട് ഈ പൊസിഷനിൽ ഞാൻ അധികം ബോഡി പിന്നെ അനക്കത്തില്ല. ഇവിടുന്ന് മാക്സിമം ഒരു നമ്മുടെ തുഴ എനിക്കിനിയും ഹെവി ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫുൾ സ്ട്രൈക്ക് വരെ ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. മാക്സിമം ഈ ഒരു സ്ട്രെച്ച് പൊസിഷനിലോട്ട് പോവുക, തിരിച്ച് വന്ന് ടൈറ്റ് ആക്കുക, 30 സെക്കൻഡ്സ് ടൈമർ വെക്കുക, സ്പീഡ് ചെയ്ത് തീർക്കുക. അതുകൊണ്ടാണ് ഈ ഒരു വെയിറ്റ് ഇട്ടേക്കുന്നത്. നമ്മളധികം വെയിറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും ആ മസിൽ നമ്മൾ ടൈറ്റ് ആക്കുക എന്ന് ഉറപ്പ് വരുത്തണം. ആ മസിൽ സ്ട്രെച്ചും കിട്ടുന്നുണ്ട്, മേലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ടൈറ്റ് ആക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ വെയിറ്റ് കുറച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല.
ഇപ്പോൾ ഞാൻ ചെയ്യുമ്പം റിയർ ഡെൽറ്റാണ് പ്രൈമറി എങ്കിലും റിയർ ഡെൽറ്റ് മാത്രമല്ല, നമ്മൾ സിംഗിൾ ആം ചെയ്യുമ്പോൾ ഞാൻ റിയർ ഡെൽറ്റ് മാത്രം ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കും. ഇപ്പം ഞാൻ ചെയ്യുമ്പം അപ്പർ ബാക്കും റിയർ ഡെൽറ്റും കൂടി ഒരുമിച്ചാണ് ഞാൻ ആക്ടിവേറ്റ് ആകുന്നത്. ഇവിടുന്ന് റിയർ ഡെൽറ്റ് ആക്ടിവേറ്റ് ആക്കിക്കൊണ്ട് ചെല്ലുന്നു, അവിടെ ചെല്ലുമ്പം അപ്പർ ബാക്ക് ടൈറ്റ് ചെയ്യുന്നു. അടുത്ത് നമ്മുടെ ഡംബൽ സൈലാൽ റൈസസ് ആണ്. പക്ഷേ ഞാൻ 8 കിലോ വെച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച ചെയ്തത്. അത് 3 സെറ്റായിരുന്നു. ഇപ്പം 8 കിലോ കൂടെ ഒറ്റ ഒരെണ്ണം ഇരിപ്പുള്ളൂ. അതുകൊണ്ട് ഞാൻ 4 സെറ്റ് ചെയ്യാൻ പോവാണ്. 7 കിലോ എനിക്ക് കൈ കിട്ടിയുള്ളൂ, അതുകൊണ്ട് 4 സെറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ സെയിം പ്രിൻസിപ്പിൾ തന്നെ, പക്ഷേ മാക്സിമം ബെൽറ്റിനകത്ത് തന്നെ കിട്ടുന്ന രീതിയിൽ നമ്മൾ തുടങ്ങട്ടെ. ഡിലേ അടിക്കുന്നില്ല. ബാക്കി 2 സെറ്റ് ഞാൻ ഫിലിം ചെയ്യുന്നില്ല, ഒത്തിരി ആൾക്കാർ കൂടുന്നു ഇവിടെ. ഇതിൽ എൻ്റെ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. മാക്സിമം മേളിൽ തന്നെ നോക്കുക. ഇടയ്ക്ക് നമ്മൾ അറിയാണ്ട് താഴെ നോക്കിപ്പോവും. മേളിൽ തന്നെ നോക്കി നിൽക്കുകയാണെങ്കിൽ ആ ഒരു നമ്മൾ ഈ പൊസിഷനിൽ പോസ്റ്റർ പിടിക്കത്തില്ലേ, അപ്പോൾ ആ ഒരു സ്ട്രെച്ച് ഇവിടെ നമുക്ക് എടുത്തില്ല ലാറ്റ്സിൽ, അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു പോസ്റ്റർ പിടിച്ചിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെക്കോർഡിങ് തന്നെയല്ലേ, അതെ, പോസ്റ്റർ പിടിച്ചിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുവാണെങ്കിൽ നമ്മൾ ഈ എൽബോ കൊണ്ടല്ലേ ഇങ്ങനെ പുള്ളിയുന്നത്, അതുപോലെ തന്നെ എൽബോ കൊണ്ട് ഇങ്ങനെ താത്തി കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുക, ടൈറ്റ് ആക്കത്തില്ലേ ബാക്കി, ഇങ്ങനെ ടൈറ്റ് ആക്കുകയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് റിലീസ് ചെയ്യുമ്പോൾ സ്ട്രെച്ച് ചെയ്ത് മേളിൽ കൊണ്ടുവന്ന് മേളിൽ നോക്കിക്കൊണ്ട് തന്നെ തിരിച്ചും ടൈറ്റ് ആക്കുന്നു. പിന്നെ 30 സെക്കൻഡായി. അയ്യോ, ശരിക്കും നമ്മുടെ വർക്കൗട്ടിലൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതായത് ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം, ഇതിൽ കൊടുത്ത് ഇന്ന സൂപ്പർ സെറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ ആൾക്കാരുണ്ട്. അറിയാമല്ലോ, വൈകുന്നേരമൊക്കെ എന്ന് പറയുമ്പോൾ ജിമ്മിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ഇന്ന മെഷീൻ അന്നേരം കിട്ടിയേ പറ്റുള്ളൂ നോക്കിയിരുന്നാൽ നമ്മുടെ സമയം പോകും. അപ്പം നമ്മൾ ഷോക്കിംഗ് ദ മസിൽ, ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുക. കിട്ടുന്ന മെഷീൻ ഏതാണോ അതങ്ങ് തീർത്തിട്ട് പോവുക. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിൻ്റെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സിംഗിൾ ആം റിയർ ഡെൽറ്റിൻ്റെത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് താഴെ ചെസ്റ്റിനാണ്.
ചെസ്റ്റും ബാക്കും കൂടെ ആക്ടിവേറ്റ് ആകുന്ന ഒരെണ്ണം വരുന്നുണ്ട് പുൾ ഓവർ. പക്ഷേ അത് ഞാൻ ചെസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു വർക്കൗട്ടും കൂടെ കഴിഞ്ഞാൽ ബാക്കി തീരുവാണ്. 48 സെക്കൻഡായി. കഴിഞ്ഞു. സിംഗിൾ ആമിന് 45. അപ്പോൾ ഇതിൽ അപ്പർ ബാക്കിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് റീൽസിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്നാണ് റൈഡ് ഡെൽറ്റ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇത്രേ ഉള്ളൂ. 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 7 8 9 10 11 12. നമ്മുടെ നാട്ടിലെ ജിമ്മുകളായിരുന്നു കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരുന്നു. കാരണം ഇപ്പം ഡ്രസ്സ് അഴിച്ച് എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റും ഇന്ന മസിൽ ഫൈബർ ആക്ടിവേറ്റ് ആകുന്നു. ഇവിടെ അതൊന്നും പറ്റത്തില്ല. ഒരു രീതി നോക്കുമ്പോൾ നല്ലതാണ്, ഒരു രീതി നോക്കുമ്പോൾ മോശമാണ്. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊരു പ്രൈവസി എന്നുള്ള റെസ്പെക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മറ്റേ ഡ്രസ്സ് അഴിക്കുക. അതൊക്കെ പോസിംഗ് റൂം വേറെ ഉണ്ട്. പോസിംഗ് റൂമിൽ പോയിട്ട് ഡ്രസ്സ് അഴിച്ച് പബ്ലിക്കായിട്ട് ഇവിടെ നിന്ന് അഴിക്കരുത്. അത് മാത്രമല്ല നമ്മുടെ വേർപ്പെല്ലാം മെഷീനെല്ലാം ആക്കി വെക്കുക, ഡ്രസ്സ് അഴിച്ച് വെച്ചിട്ട്. ഇനി അതുമല്ലാണ്ട് ചിലക്കൊരു ഇൻസെക്യൂരിറ്റി കാണില്ല, അവരുടെ ബോഡി ഇങ്ങനെയാണ്. 30 സെക്കൻഡ് അത് അതിൻ്റെ പറയാം. ഓക്കെ, ചിലർക്ക് ബോഡിക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇവിടെ ഡിപ്രഷനൊക്കെ ഇച്ചിരി കൂടുതലുള്ള നാടാണ്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ കുറേ മാനസിക പരിഗണനകളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ എത്ര പേര് എന്തോരം കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല കിടക്കാഴ്ച, ജിമ്മ്, ലൈറ്റിങ് എല്ലാം സെറ്റാണ്. അപ്പോൾ ഒരു സെറ്റും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ചെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ ആബ്സും ചെയ്യണം. ചെസ്റ്റിൻ്റെ കൂടുതൽ ഒരു ഡമ്പൽ പുൾ ഓവറുണ്ട്. അതപ്പം സെറാറ്റസും ബാക്കും സ്ട്രെച്ച് ആകുന്നുണ്ട്. ബട്ട് ചെസ്റ്റും ഫോക്കസ്ഡ് ആണ്. 26 seconds, 28, നമ്മളിതുവരെ ചെയ്തിരുന്നതെല്ലാം ബാക്കിൻ്റെ വർക്കൗട്ടാണ്. ഇപ്പോഴാണ് ചെയ്ത് ചെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ ഹെവി വെയിറ്റിലോട്ട് പോകുമല്ല. പക്ഷേ മറ്റേത് നമ്മൾ ചെയ്തപ്പം ബാക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ ഓർക്കുന്നുണ്ടോ, ഫസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നേരെ 100 കിലോയിലല്ല തുടങ്ങി. വാമപ്പ് വെയിറ്റിൽ ഒരു 40 കിലോ ഇട്ട് 80 കിലോ ഇട്ട് അങ്ങനെ 100 കിലോ എത്തിയിട്ട് അങ്ങനെ ബാക്ക് ഓൾറെഡി റെഡി ആയിരുന്നു ബാക്കി വർക്കൗട്ടിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ ഞാൻ ചെസ്റ്റിൻ്റെ ഫസ്റ്റ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചെസ്റ്റിന് 20 കിലോ ആണ് എൻ്റെ ടാർഗറ്റ് റേഞ്ച്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒറ്റ സെറ്റ് വാമപ്പ് ചെയ്യുവാണ്. അപ്പോൾ 14 kg ആണ് വാമപ്പ് വെയിറ്റ് എടുത്തേക്കുന്നത്. മെയിൻ സെറ്റ് പോകുന്നത് 20 kg പോകുന്നുള്ളൂ. കാരണം എൻ്റെ അടുത്തിൽ പുൾ ഓവറും കൂടെ ചെയ്യണം. സമയം കുറവാണ്. അതായത് സമയം കുറവാണ് മീൻസ് റെസ്റ്റ് ടൈം കുറവാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 30 ഡിഗ്രിയിൽ ബെഞ്ച് സെറ്റ് ചെയ്തു. ഇനി ഇത് മാത്രം ഞാൻ ഇച്ചിരി കൺട്രോൾഡാണ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് തുടങ്ങാം. ഇത് ഡമ്പിൾ പുൾ ഓവർ ചെയ്യുമ്പോഴത്തെ ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്ന് പറയുമ്പം ഹിപ്പ് ഇങ്ങനെ താഴ്ന്നു നിൽക്കണം. ഒരു കുറച്ച് മൂവ്മെൻ്റ് ഉണ്ടാകും, പക്ഷേ നമ്മളിത് താഴ്ത്താൻ നേരം നമ്മളൊത്തിരി നമ്മളായിട്ട് ഇങ്ങനെ ഹിപ്പ് പൊക്കി കൊടുക്കരുത്. കാരണം അപ്പം നമ്മുടെ ഇവിടെ നമ്മൾ സ്ട്രെച്ച് പോവുകയാണ്. നമ്മൾ സ്ട്രെച്ച് കൊടുക്കുന്നതിന് പകരം വെയിറ്റ് താഴ്ത്തുകൊണ്ടാണ് നമ്മൾ ബോഡിയെ പുഷ് ചെയ്ത് വിടുകയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല ഇവിടെ ഈ അറ്റത്ത് വെച്ചേക്കും, പുറത്തോട്ട് വിടരുത്, ഇങ്ങോട്ടും വരരുത്, പെടലി വെട്ടും. പിന്നെ ഉള്ളത് നമ്മൾ ഷോൾഡറിലല്ല ഇറക്കുന്നത്, വലിച്ച് പൊക്കുന്നത് ഷോൾഡറിലല്ല. സോ ഷോൾഡർ സ്ട്രെയിൻ വരത്തില്ല. അപ്പോൾ അത് ടെക്നിക്ക് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴോട്ട് പോകുന്നതിലുള്ള സറാറ്റസും ഈ ലാറ്റ്സും വലിയും. ഫൈനലി ചെല്ലുമ്പോൾ ചെസ്റ്റിൻ്റെ ഇവിടെ വലിയും. പൊക്കി എടുക്കുമ്പോൾ ഇവത്തേനാണ് പൊക്കി എടുക്കുന്നത്. ഷോൾഡറിൽ ഒരു കാരണവശാലും പോകത്തില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഫോം ശരിയാക്കണം. നമ്മൾ ചെസ്റ്റിൻ്റെ താഴ്ചയിലൂടെ വന്നിട്ട് പെക്ടക്ക് ചെയ്യുവാണ്. ജനറലി ഞാൻ ചെയ്യുന്നത് ക്രോസ് ഓവർ ചെയ്ത് ചെസ്റ്റിനെ നല്ല രീതിയിൽ തളർത്തി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പെക്ടക്ക് സ്ലോലി ടൈറ്റ് ചെയ്യുവാണ്. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ട മെഷീന് ഫുൾ ആൾക്കാരാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നേരെ കയറി വന്ന് അതുപോലെ ഇതിൻ്റെ സീറ്റിംഗ് എത്ര കിടക്കുന്നത് 5 എൻ്റെ കറക്റ്റ് അല്ല, ഇത് ഭയങ്കര താഴെയാണ്. അപ്പം 3 ആയിരിക്കും, അത് 4 ആയിരുന്നു. 3 കറക്റ്റ്. സ്കാപ്പുലർ റിട്രാക്റ്റഡ്. ഇതിൻ്റെ സ്ട്രെച്ച്ഡ് പൊസിഷൻ പലർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ ഇത് ഫ്ലൈസിൻ്റെ മാക്സിമം സ്ട്രെച്ച് ബാക്കിലോട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കപ്പോൾ ഷോൾഡർ ഓവർടേക്ക് ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പം ഇവിടം വരെ ചെയ്യാറുള്ളൂ. നേരത്തെ ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്നത്, അപ്പോൾ ഈ ഷോൾഡർ ഓവർടേക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇവിടം വരെ ചെസ്റ്റിൽ ഇവിടെയാണ് ടൈറ്റ്നസ് നിൽക്കുന്നത്, സ്ട്രെച്ച് നിൽക്കുന്നത്. അവിടെ നിന്ന് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്ന് ഞാനായിട്ട് ഇങ്ങനെ ചെസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈയിടെയാണ് ഞാൻ പ്രോപ്പറായിട്ട് ചെസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പഠിച്ചത് തന്നെ. അതിന് മുന്നേ ചെയ്യുമ്പോൾ ആക്ടിവേറ്റ് ആകുന്നുണ്ട്, പക്ഷേ ഷോൾഡറും കൂടെ ഭയങ്കരമായിട്ട് വർക്കാവുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഷോൾഡറിനെ ഐസൊലേറ്റ് ചെയ്തത്, ചെസ്റ്റ് മാത്രം ചെയ്യുന്നത്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടുള്ള റിലാക്സിൽ ചെസ്റ്റ് ഇച്ചിരിയും കൂടി നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം എന്നുള്ളതാണ് ഒരാഗ്രഹം. 40 സെക്കൻഡ് നിർത്തി. ഒരു സെറ്റും കൂടെ. അത് നമുക്കിനി കേബിൾ ക്രോസ് ഓവറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ സെഷൻസ് എല്ലാം തീരുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക്
ആബ്സ് ചെയ്യാനുണ്ട്. ഞാൻ കാർഡിയോ എക്സ്ട്രാ ചെയ്യുന്നത് ലെറ്റ്സ് എനിക്ക് അവധിയുള്ള ദിവസം. വേണ്ട 20 സെക്കൻഡ്, അത് കഴിഞ്ഞിട്ട് പറയാം. കഴിഞ്ഞു. ഓക്കെ, ഞാൻ കാർഡിയോ ചെയ്യുന്നത് ഇപ്പോൾ വാച്ചിൽ ഞാൻ വെച്ചേക്കുന്നത് 10K ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, 6 to 7K സ്റ്റെപ്സ്. അത്രയും ഞാൻ സാധാരണ ജോലിക്ക് ഞാൻ ഫിനിഷ് ചെയ്യും. അത്രയും ഞാൻ ടാർഗറ്റ് എങ്കിലും മിനിമം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഞാൻ കാർഡിയോ ചെയ്യത്തില്ല. പക്ഷേ ലെറ്റ്സ് എനിക്ക് അവധിയുള്ള ദിവസമാണെങ്കിൽ, അത് ജോലിയില്ല, അങ്ങനത്തെ ദിവസമാണെങ്കിൽ എൻ്റെ നടപ്പൊക്കെ കണക്കാണ്. വീടിനകത്ത് തന്നെയായിരിക്കും. വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഉണ്ടാക്കാൻ നടക്കുന്ന നടപ്പേ ഉള്ളൂ. അപ്പോൾ അന്ന് മാത്രം ഞാൻ കാർഡിയോ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. പ്രോപ്പറായിട്ട് കാർഡിയോ ചെയ്താൽ അറൗണ്ട് ഈ പറഞ്ഞ 6000 7000 സ്റ്റെപ്സിന് തുല്യമായിട്ട് ഞാൻ എനർജി ബേൺ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ ഈ ക്യാമറയിൽ മാക്സിമം എനിക്ക് പോസിബിളായിട്ടുള്ള വൈഡ് ആംഗിളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം 3 സെറ്റാണ് ചെയ്യുന്നത്. 3 സെറ്റ് ചെയ്യുമ്പം ആദ്യത്തേത് ഹാങ്ങിങ് നീ അപ്സ് ആണ്. മാക്സിമം ബോഡി സ്റ്റേബിളായിട്ട് നിർത്തുക, അപ്പർ ബോഡി സ്റ്റേബിളായിട്ട് നിർത്തുക. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ തൊങ്ങി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ ചെയ്യുമ്പം ഇങ്ങനെ ആയിരിക്കും ചിലർ ചെയ്യുന്നത്. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. കാല് അപ്പർ ബോഡി ടൈറ്റാക്കി വെച്ചേക്കുക. കാല് ഇവിടുന്ന് വേണം തുടങ്ങാൻ, ബാക്കിൽ നിന്നല്ല, ഇവിടുന്ന്. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത്, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ തറയിൽ കിടക്കുവാണ്. നിങ്ങളുടെ ക്യാമറ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ക്രഞ്ച് ചെയ്യുന്നത് ഹാഫ് ക്രഞ്ചാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളിങ്ങനെ പിടിച്ച് ചെയ്യുക, കൈ എങ്ങനെ വെള്ളം പിടിച്ച. പക്ഷേ ഇത് പണ്ട് നെക്ക് മസിൽസും കൂടെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആൾക്കാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതുപോലെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ടൈറ്റാക്കുക മാത്രമല്ല, നമ്മൾ ഹിപ്പൊന്ന് പൊക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ. അവരിവിടെ ഇവിടെ കൊണ്ട് ക്രഞ്ച് ചെയ്യുവാണ്, ഇതിനകത്ത് മസിലുണ്ട്. ഇത് കഴിയുന്നത് സിംഗിൾ ആം ക്രഞ്ചാണ്. സിംഗിൾ ആം ക്രഞ്ച് ചെയ്യേണ്ടത്, നമ്മൾ ഈ ആൾക്കാർ പോസ് ചെയ്യുന്ന കണ്ടില്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ക്രഞ്ച് ചെയ്യുന്ന കണ്ടില്ലേ, ആ സെയിം സാധനം നമ്മൾ വിത്ത് വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം പോസ്റ്റർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അതായത് ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ നമസ്കരിക്കുന്ന പോലെ ഇങ്ങനെ പോകണമെന്നൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ടൈറ്റ് ആക്കിയാൽ മാത്രം മതി. നിങ്ങളെവിടെയാണ് ടൈറ്റ് ഫീൽ? ഇപ്പോൾ ഞാനിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാനുണ്ടേ, ഇവിടെ കൊണ്ട് എനിക്ക് ടൈറ്റ് ആയെങ്കിൽ എനിക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങോട്ട് ഇവിടെ വരെ പോകാൻ പറ്റുമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ ടൈറ്റ് ആകുന്ന ഒരു പോസ്റ്റർ മാത്രം പിടിച്ച് ചെയ്താൽ മതി. അപ്പോൾ ലെറ്റ്സ് കഴിഞ്ഞ ചേട്ടാ വെയിറ്റ് മാറുന്നു, തൽക്കാലം സംഭവം കിടക്കട്ടെ. ഓക്കെ, അത് തന്നെ ഇപ്പുറത്ത് വരും. പക്ഷേ ഇച്ചിരി ഇപ്പുറത്തോട്ട് നിന്നാലേ എനിക്ക് അങ്ങോട്ട് ആ ഒരു വളവ് കൊടുക്കാൻ പറ്റുള്ളൂ.
സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഞാൻ ഓരോ തവണ ചെയ്യുമ്പോഴും ഞാൻ നമ്മളായിട്ട് ഒരു സൈഡ് ഞാനിങ്ങനെ ഇവിടെ കൊണ്ട് ക്രഞ്ച് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡിയുടെ പമ്പെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഷേവിങ് ഉണ്ട്, പിന്നെ ടാനിങ് ഉണ്ട്. അതും കൂടെ നിമിത്തേക്ക് ഇച്ചിരിയും കൂടി ഒരു എൻഹാൻസ് ലുക്ക് കിട്ടും. സോ പോസ് ചെയ്യാൻ അവിടെ പറ്റത്തില്ല, അവിടെ ആൾക്കാരുണ്ട്. പോസിങ് ശരിക്കുള്ളത് മുറിക്കകത്ത് ഇപ്പോൾ ട്രെയിനിങ് നടക്കുവാണ്. സോ ഈ ചെറിയ സ്പേസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കിതാണ് എനിക്ക് മാക്സിമം എനിക്ക് ഇത്രയും വൈഡാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അത്ര പ്രോപ്പറായിട്ട് എനിക്ക് ഉദ്ദേശിച്ചത് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പോസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് പ്രോപ്പറായിട്ട് അവിടുത്തെ മിററിലൊന്ന് പോസ് ചെയ്യണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രഞ്ചസ് ഇല്ലേ, ഇതാണ് ആ സാധനം. അതിങ്ങനെ മടങ്ങി ഇങ്ങനെ വരണം. അയ്യോ, ഓക്കെ. നമുക്കിനി പമ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ തിരിച്ച് വീട്ടിൽ ചെല്ലാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി പോസ് ചെയ്യാം. വ്ലോഗിങ്ങിൽ ഇച്ചിരിയും കൂടി സെറ്റ് ആവണമെന്നുണ്ട്. കാരണം ഞാനിങ്ങനെ സംസാരിച്ചങ്ങനെ യൂസ് ടു അല്ല. മാത്രമല്ല ക്യാമറാസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണമെന്നുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോണാണ്. പക്ഷേ എല്ലാ സമയത്ത് ഈ ഒരു ക്യാമറയാണ്. പിന്നെ എൻ്റെ ഓസ്മോ പോക്കറ്റ് 3 ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊക്കെ മേടിച്ച് വെച്ചതല്ലാണ്ട് നമ്മൾ മാക്സിമം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഈ സോണിയുടെ A7 III തന്നെയാണ്. കാരണം അതിൻ്റെ സെൻസർ സൈസ് കൊണ്ടും എനിക്ക് ഷൂട്ട് ചെയ്യാൻ നേരം നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റോ അത്രയും കളറും എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നത്. അത് മാത്രമല്ല ഇങ്ങനെ ജോലിയൊന്നുമില്ല, ഇത്രയും സമയമൊന്നും പോകത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സിനിമാറ്റിക്കായിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി ഞാനിപ്പോൾ ഇത് ഓട്ടോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫുൾ ഓട്ടോയിലാണ് ഇപ്പോൾ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ അറൗണ്ട് എത്താറായി. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ കയറിയിട്ട് ഇനി 2 മീൽസും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്. യെസ്, അതിലൊരു ഒരെണ്ണം കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സപ്ലിമെൻറ്റ്സ്, ഗ്ലൂട്ടമിനും പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഉള്ള മഗ്നീഷ്യം ക്യാപ്സ്യൂൾ എടുക്കാനുണ്ട്. പിന്നെ അയൺ ഗമ്മീസ് എടുക്കാനുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. പക്ഷേ എനിക്ക് ഇവിടുത്തെ ലൈറ്റിംഗ് അത്ര പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം വെട്ടം കുറഞ്ഞു തുടങ്ങി. ഇവിടെയാണ് എനിക്ക് മറ്റേ ഫ്ലൂറസൻ്റ് ആ ഒരു ലൈറ്റും കൂടിയാണ്. അപ്പം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സോ ലെറ്റ് സീ. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ജിമ്മിൽ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന മുറിയിൽ ക്ലാസ് നടക്കുമായിരുന്നു. പിന്നെ മറ്റേ ബാത്റൂമിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫിലിം ചെയ്യരുതെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ ആ ഒരു ചെറിയ സ്പേസിലാണ് ഫിലിം ചെയ്യാൻ നോക്കിയത്. അപ്പം ഇതാണ് നമ്മുടെ പമ്പെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫൈനൽ അപ്പർ ബോഡി വർക്കൗട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പം യെസ്, ഇനി നാളത്തെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നാളെ ലെഗ് ഡേ ആണ്. ഇതുപോലെ തന്നെ നമ്മൾ സ്പീഡിൽ ചെയ്തു തീർക്കും. അത് ഞാൻ ഫുള്ള് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴാണ് എനിക്ക് ചെസ്റ്റ് ഫൈബർ പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ നേരത്തെ ചെയ്തതിൽ എനിക്ക് ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കുറേ ഞാൻ ഷോൾഡറാണ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഞാൻ പിന്നീട് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഈ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് ഞാൻ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഇപ്പം എൻ്റെ ഷോൾഡർ ഓവർ പവേർഡാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ എനിക്ക് ഈ ചെസ്റ്റ് എനിക്ക് വരികയാണെങ്കിൽ എനിക്കൊരു ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഷോൾഡർ നിൽക്കുന്ന ഈ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ഇവിടുന്ന് ചെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ അടഞ്ഞു വരണം. വലിയ ആഗ്രഹമാണ്, ബട്ട് നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ പറഞ്ഞു തരാം. ഷൈനു നമ്മുടെ ബിഗിനർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങളുടെ കൂടെ ഞാനും ചെയ്തു പോവാണ്. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ മസിൽസിന് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഓൺ ദ ഗോ പറഞ്ഞു തരാം. സോ ഒരു വാക്കവും കൂടെ ചെയ്ത് ആപ്സും കൂടെ ടൈറ്റാക്കി ഒരു പോസും കൂടെ പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോസ്റ്റ് വർക്കൗട്ട് മീൽസ് പ്രിപ്പ് ചെയ്യാൻ പോകാം. ഫ്രൂട്ട്സ് എടുത്ത് പുറത്ത് വെച്ചാൽ ഫ്രോസൺ ആണ് ഇരിക്കുന്നത്. എനിക്ക് ഒത്തിരി തണുത്തത് കഴിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഈ തലയ്ക്കകത്തൊരു മരച്ച് കയറും. അതിപ്പോൾ മറ്റേ ഷെയ്ക്കാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പയ്യെ ഇങ്ങനെ ഒരുമാതിരി ചായയൊക്കെ ഊതി കുടിക്കുന്ന പോലെ പയ്യെ കുടിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തലയിൽ കയറുന്നതുകൊണ്ട് നിങ്ങൾ ചിലക്കെല്ലാം കാണും പെട്ടെന്ന് ഇങ്ങനെ തലയ്ക്ക് മരച്ചങ്ങിരിക്കും. അപ്പോൾ നമ്മളിപ്പം ആ ഒരു പോസും കൂടെ പിടിച്ചിട്ട് നമുക്ക്
നമ്മുടെ മീൽസ് സെറ്റാക്കാം. വിശന്നിട്ട് അത് പിടിച്ചപ്പോഴേ മറ്റേ ക്വിക്കിന്നൊക്കെ വയറ്റി നച്ച വരുന്നു. ഇനിയുള്ള വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം കിടന്നുറങ്ങാനുള്ള സമയം ആകും. അധികം താമസിക്കും. 7:45 നാളെ എനിക്ക് 5:30 ആകുമ്പോൾ എണീക്കണം. അപ്പോൾ എനിക്ക് ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ക്യാമറ ആകുമ്പോൾ എനിക്ക് മാനുവലെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാകുമ്പോൾ എനിക്ക് ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ലൈക്ക് ആ ഒരു ആംഗിൾ നമ്മൾ പിടിച്ചങ്ങ് കാണിച്ച് പോയാൽ മതി. സോ ബാക്കി ഇതിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അറൗണ്ട് 500 ഗ്രാം റോ വെയിറ്റ് വരുന്ന രീതിയിൽ ഫ്രോസൺ ആണ്. ഫ്രോസൺ ഫിഷ് നമ്മളിപ്പം അത്രയും കുക്ക് ചെയ്യാൻ എൻ്റെ എയർ ഫ്രയറിൽ ഇടയില്ലാത്തത് കൊണ്ട് ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഓവനിൽ ഞാനിപ്പം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ നമ്മൾ 1/2 കിലോ ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ബാക്കി അരയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളങ്ങ് എടുക്കണം. റെസിപ്പി എന്ന് പറയാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ കുറച്ച് സോൾട്ടും പെപ്പറും സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓവനിൽ ഇതിപ്പം 250 ഡിഗ്രിയിലാണ് വെച്ചേക്കുന്നത്. ഞാനതിപ്പം അറൗണ്ട് ഇപ്പോൾ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ആ ഫിഷ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതെടുത്ത് അകത്തോട്ട് വെക്കും. എന്നിട്ട് ഞാൻ ടൈമർ വെക്കും 12 മിനിറ്റ്സ്. കറക്റ്റ് 12 മിനിറ്റ് ആകുമ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെക്കും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് അടച്ച് തന്നെ വെക്കുക. അപ്പോൾ ആ ഒരു ഹീറ്റിൽ ജസ്റ്റ് മേളിൽ ആ ഒരു കോട്ടിങ് വരും. ഇച്ചിരിയും കൂടി നമ്മൾ ഫ്രൈ ചെയ്ത പോലത്തെ ഒരു കോട്ടിങ് വരും. അതവിടെ പ്രപ്പാകുന്ന ടൈമിൽ ഇവിടെ ഞാൻ കുറച്ച് ബനാന എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പഴം അറൗണ്ട് 60-70 ഗ്രാംസും. ഫ്രോസൺ മാംഗോസ് ഞാൻ അറൗണ്ട് 150 ഗ്രാംസാണ് എടുക്കുന്നത്. കാരണം ലോ കാർബിൽ 150 ഗ്രാംസാണ് മാക്സിമം എടുക്കുന്നത്. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനാണ് ഇവിടെ നമ്മുടെ വെജിറ്റബിൾസ് മെഷർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 300 ആണ്. ലൈക്ക് അപ്രോക്സിമേറ്റ്ലി പകുതി ബീൻസും പകുതി ബ്രോക്കോളിയാണ്. ഈ തിളച്ച് വന്ന വെള്ളത്തിലോട്ട് നമ്മൾ ജസ്റ്റ് ഇടുന്നു. ഒരു 10 മിനിറ്റ് ടൈമർ വെക്കുന്നു. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിരിക്കും. ചൂടുവെള്ളം കമത്തി കളഞ്ഞിട്ട് എനിക്ക് ഇതിനകത്ത് വേണം മുട്ട വെക്കാൻ. ഇതൊക്കെ റെഡിയാകുന്ന ടൈമിൽ ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ് ഗ്ലൂട്ടമൈൻ. പിന്നെ ഞാൻ ഈ സമയത്ത് എന്തുകൊണ്ട് ക്രിയാറ്റിൻ എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ക്രിയാറ്റിന് ചില പോയിന്റിൽ ബോഡിയിൽ വാട്ടർ എക്സ്ട്രാ കയറാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് കുഴപ്പമില്ല. ബട്ട് ബെറ്റർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇച്ചിരിയും കൂടി ഒരു വാട്ടർ കണ്ടൻറ്റ് കുറവുള്ളത് ക്രിയാറ്റിൻ എടുക്കാത്തപ്പോഴാണെന്ന് തോന്നുന്നു. സോ ഈ ഒരു ലാസ്റ്റ് കുറച്ച് പോയിന്റിൽ മാത്രമേ ഞാനിപ്പോൾ ക്രിയാറ്റിൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് മാത്രം. സോ ലെറ്റ്സ് ടേക്ക് സം ഗ്ലൂട്ടമിൻ. ഓക്കെ, സോറി. ഇനി ഗ്ലൂട്ടമിൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലൂട്ടമിൻ മോസ്റ്റ്ലി റിക്കവറിക്ക് വേണ്ടിയാണ്. അതും ഗട്ട് ഹെൽത്തിനെയും കൂടെ ബേസ് ചെയ്താണ്. ഫൈബറിൻ്റെ ഈ ഒരു പോയിന്റ് നമുക്ക് സാധാരണ എമൗണ്ടിലും നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ ഒത്തിരി പുഷ് ചെയ്യാനും പറ്റത്തില്ല. കാലറീസ് റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഹൈഡ്രേഷനും നമ്മുടെ ഈ പോയിന്റ് കുറവാണല്ലോ. കാർബും കുറവാണ്. വെള്ളം കൂടി ഇച്ചിരി ലാസ്റ്റ് പോയിന്റ് വരുന്നതും കുറഞ്ഞു വരും. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ കുറച്ച് ഗ്ലൂട്ടമിൻ എക്സ്ട്രാ എടുക്കുന്നു എന്ന് മാത്രം. ഈ വീഡിയോ ഞാൻ ഇനി എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയുള്ള മീൽസ് എന്ന് പറയുന്നത് ഒന്ന്, അതാണ്ട് ഈ ഫ്രൂട്ട്സ് റെഡിയാണ്. ഇവിടെ നമ്മുടെ 500 ഗ്രാംസ് ആ ഒരു ഫിഷ് അതിനകത്ത് റെഡിയാകുന്നുണ്ട്. പിന്നെ പച്ചക്കറി റെഡിയാകുന്നുണ്ട്. ഇത് റെഡിയായി കഴിഞ്ഞിട്ട് വേണം എനിക്കിതിനകത്ത് നാളത്തേക്കുള്ള മുട്ട പുഴുങ്ങാൻ. പിന്നെ നാളത്തേക്ക് വേണ്ട ബീഫും സാധനങ്ങളും ബാക്കിയാണ്. അതിനകത്ത് ഇതിൽ 1 പോർഷൻ വെജിറ്റബിൾസും കാണും. പിന്നെ ചെറിയ ടൊമാറ്റോ അതിനകത്ത് ഇടണം. ചെറിയ ടൊമാറ്റോ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഈ മീലിൻ്റെ കൂട്ടത്തിൽ അയൺ ഗമ്മീസും കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫൈനലി കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു മഗ്നീഷ്യത്തിൻ്റെ ഒരു ക്യാപ്സ്യൂളും കൂടെ കഴിച്ചിട്ട് ഡേ ഫിനിഷ് ചെയ്യുകയാണ്. സോ ഐ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതായത് നാളത്തെ വീഡിയോ, ഫൈനൽ ലെഗ് ഡേ.